എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന സമ്മേളനം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 47ാമത് സംസ്ഥാന വാർഷിക സമ്മേളനം ഈ വരുന്ന മെയ് 2-3 തീയതികളിലായിട്ട് വയനാട്ടിലെ വൈത്തിരി റിസോർട്ടിൽ വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ മുഖ്യ തീം എന്ന് പറയുന്നത് ആയുർവേദ ഫോർ ലിവർ ഹെൽത്ത് എന്നുള്ള ഒരു തീമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ തീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു പ്രീ കോൺഫറൻസ് കോൺക്ലേവ് നടത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഓൺലൈനായിട്ട് നമ്മളൊരു പ്രീ കോൺഫറൻസ് കോൺക്ലേവ് ഈ ലിവർ ഡിസീസ് നമ്മൾ സംഘടിപ്പിക്കും. ഈ പ്രോഗ്രാം പ്രത്യേകിച്ച് ഈ ലിവർ ഡിസീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷം നമ്മൾ അങ്ങനെ ഒരു തീം സെലക്ട് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇന്ന് ആയുർവേദം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ആയുർവേദ ഔഷധങ്ങളെ സംബന്ധിച്ച് പൊതുവെ ആയുർവേദ ഔഷധങ്ങളൊക്കെ തന്നെ ലിവർ ടോക്സിക് ആണെന്നും കിഡ്നിയെ എഫക്ട് ചെയ്യുന്നതാണെന്നും ഒക്കെ തന്നെയുള്ള രീതിയിൽ എബി ഫിലിപ്പിനെ പോലുള്ള ആളുകൾ തുടങ്ങി വെച്ചത് ഇന്നിപ്പോ സിനിമകളിൽ വാഴ 2 പോലുള്ള സിനിമകളിൽ വരെ അത് എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു പ്രചരണം വലിയ പ്രചരണമാണ് നമുക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖലയെ നോക്കിക്കഴിഞ്ഞാൽ ആയുർവേദത്തിന് വലിയ രീതിയിലുള്ള ആക്സെപ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ ആയുഷ് മേഖലയ്ക്ക് നീക്കിവെച്ച് ആയുർവേദത്തെയൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വലിയ കോർപ്പറേറ്റ് താല്പര്യങ്ങളോടുകൂടി തന്നെ ഇത് തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ആയുർവേദ ഔഷധങ്ങൾക്കെതിരെ സംഘടിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനെ നമുക്ക് വളരെ ശക്തമായി തന്നെ നമ്മുടെ സംഘടനയ്ക്കും അതുപോലെ ആയുർവേദ മേഖലയിലുള്ള മുഴുവൻ ആളുകളും കൂടി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ ദുഷ്പ്രചരണത്തെ ചെറുക്കുകയും ഇത് ജനങ്ങളിലേക്ക് കൃത്യമായി ഇതിന്റെ ഒരു അവബോധം എന്താണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഈ സമ്മേളനത്തോടു കൂടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആയുർവേദ ആൻഡ് ലിവർ ഹെൽത്ത് എന്ന പേരിൽ. ഇപ്പം ഇവിടെ ഫാക്കൽറ്റി ആയിട്ട് വന്നിട്ടുള്ള ഡോക്ടർ ഷൈജു ഒലക്കാടും അതുപോലെ തന്നെ ഡോക്ടർ ദേവി കൃഷ്ണനും ചേർന്നാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതിന്റെ പ്രീ പബ്ലിക്കേഷൻ നമ്മൾ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി എൻക്വയറീസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമ്മേളനത്തോടനുബന്ധിച്ച് അത് നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ് ആ പുസ്തകം. അപ്പൊ ആ രീതിയിൽ നമ്മൾ വളരെയധികം എക്യുപ്ഡ് ആക്കിക്കൊണ്ട് ആയുർവേദ സമൂഹം ഈ നീക്കത്തെ ശക്തമായി ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഉദ്യമമാണ് ഈ സമ്മേളനത്തോടു കൂടി നമ്മൾ എടുക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ഒരു പ്രചരണവും പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആയുർവേദ ദിനവുമായി നമ്മൾ നടത്തിയിട്ടുള്ള പൊതുജന ബോധവൽക്കരണ പരിപാടികളൊക്കെ ഇത്തരത്തിലുള്ള ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടും ഒക്കെ തന്നെ ആയുർവേദത്തിന്റെ എതിരെ വന്നിട്ടുള്ള ഇതിനെതിരായിട്ടുള്ള നീക്കം വളരെ ശക്തമായി കൊണ്ടുപോകാൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു ലിവർ ഡിസീസിൽ തന്നെ ആണ് ഇന്നത്തെ ഈ പ്രീ കോൺഫറൻസ് കോൺക്ലേവ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KS വിഷ്ണു നമ്പൂതിരിയാണ്. അദ്ദേഹത്തെ ഞാൻ ഔപചാരികതയുടെ പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ സംഘടനയുടെ ഒപ്പം തന്നെ എന്നും കൂടെ നിൽക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ എപ്പോഴും നമുക്കൊരു പ്രചോദനമായി എന്ത് പരിപാടിയിലും നമ്മുടെ മുന്നിൽ നിൽക്കുകയും സമരമാണെങ്കിലും അതുപോലെ എന്ത് പരിപാടി ഇപ്പോൾ KUHSന്റെ
രജിസ്ട്രാർ പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് ചില ലിമിറ്റേഷൻസ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ പോലും എന്നും നമ്മുടെ എല്ലാ പരിപാടിയിലും വളരെ സജീവമായി തന്നെ നമ്മുടെ കൂടെയുള്ള ഡോക്ടർ എസ് ഗോപകുമാർ സാറാണ്, KHSന്റെ രജിസ്ട്രാർ. അദ്ദേഹമാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി എത്തിയിട്ടുള്ളത് ഡോക്ടർ MR വാസുദേവൻ നമ്പൂരി സാറാണ്. നമ്പൂരി സാറിന് ഒരു മുഖവരിയുടെ ആവശ്യമില്ല. നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും പുറത്തുമൊക്കെ തന്നെ ഉള്ള ആയുർവേദ വൈദ്യ സമൂഹത്തിനും ഒക്കെ തന്നെ വളരെ സുപരിചിതനായിട്ടുള്ള മഹത്വ വ്യക്തിത്വമാണ്. മുൻ DAME കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പ്രോഗ്രാമിൽ ഫാക്കൽറ്റി ആയിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ ഡോക്ടർ ഷൈജു ഒലക്കാട്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം, ആയുർവേദ മേഖലയിൽ ഇന്ന് ഏറ്റവും ശോഭയോടെ തിളങ്ങി നിൽക്കുന്ന ഒരു നല്ല ചികിത്സകൻ, ഒപ്പം ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള ഡോക്ടറാണ്. നമ്മുടെ ISM ഡിപ്പാർട്ട്മെന്റിൽ SMO ആയിട്ട് മാവൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം MDയും അത് കഴിഞ്ഞ് PhDയും ഒക്കെ എടുത്തിട്ട് ഉള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മുടെ ഫാക്കൽറ്റി ഇൻട്രൊഡക്ഷന്റെ ഭാഗമായി നമ്മുടെ മോഡറേറ്റർ പറയും. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയുർവേദ ആൻഡ് ലിവർ ഹെൽത്ത് എന്ന് പറയുന്ന പുസ്തകം ഡോക്ടർ ദേവികൃഷ്ണനും കൂടി ചേർന്ന്, രണ്ടുപേരും കൂടി ചേർന്നാണ് ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇതിന്റെ മോഡറേറ്ററായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ അധ്യാപകനും അതുപോലെ തന്നെ ആപ്തയുടെ ചീഫ് എഡിറ്ററുമായിട്ടുള്ള ഡോക്ടർ MV വിനോദ് കുമാറാണ്. ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടെ നന്ദി പ്രകാശിപ്പിക്കുന്ന ഡോക്ടർ AB ഫിലിപ്പ്, അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള ഡോക്ടർമാർ, നേതാക്കൾ, വിദ്യാർത്ഥികൾ എല്ലാവരെയും വളരെ ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി ഈ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയെ ഹാർദവമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. എത്രയും പ്രിയമുള്ള ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ഡോക്ടർ ഗോപകുമാർ സാർ, എൻ്റെ അധ്യാപകനും എപ്പോഴും സാറിനെ പറ്റി ആലോചിക്കുന്നു. അജ്ഞാന അധ്വാന്ത ദീപിക എന്ന് ലളിതാസഹസ്രനാമത്തിൽ പറയും. അജ്ഞാനമായ അധ്വാന്തത്തിൽ വഴിവിളക്കായി നിൽക്കുന്ന ഒരാൾ. അങ്ങനെ അത്രയും ഗുരുകാരുണ്യം പകർന്നു തരുന്ന പ്രിയപ്പെട്ട MR സാർ, ഈ സുഹൃത്തും അധ്യാപകനും നമ്മുടെ ആപ്തയുടെ എല്ലാമായ പ്രിയപ്പെട്ട വിനോദ് കുമാർ സാർ, പ്രിയപ്പെട്ട ഷൈജു, നമ്മുടെ സംഘടനയുടെ ഏറ്റവും ബഹുമാന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ലീന, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാദത്ത് ദിനകർ, അതുപോലെയുള്ള ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ എത്രയും ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളൊരു പ്രവർത്തനത്തിന് നാന്ദി കുറിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മേഖലയിൽ ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജനങ്ങൾക്ക് ബോധവൽക്കരണത്തിനായി വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളൊരു 5000 ക്ലാസ്സുകൾ എടുക്കുക എന്ന് പറഞ്ഞ ഒരു ഇത് സ്വീകരിച്ചു. ഒപ്പം തന്നെ നീ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തുകയുണ്ടായി. ഈ നീ ഹെൽത്ത് ക്യാമ്പയിൻ പലതരത്തിലാണ് നമ്മുടെ പ്രാക്ടീസിനെ സഹായിച്ചിട്ടുള്ളത്. ഒത്തിരി ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ നീ ഹെൽത്ത് വീണ്ടും നടത്തുന്നില്ലേ, അല്ലെങ്കിൽ നീ ഹെൽത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളോടനുബന്ധിച്ചിട്ട് ഉണ്ടായിട്ടുണ്ട്.
ഇപ്രാവശ്യം നമ്മൾ ഈ നീ ഹെൽത്ത് ക്യാമ്പയിന് പകരം തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് തിരഞ്ഞെടുത്തത്. അത് നീ ഹെൽത്ത് ക്യാമ്പയിൻ നമ്മൾ ഒരു വർഷം വളരെ കൃത്യമായി അത് റൺ ചെയ്തു. അതിന്റെ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാവുന്ന തരത്തിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മേഖലയിലെ ഏറ്റവും നേരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്കെതിരെ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യാജ പ്രചരണമാണ്. ആ വ്യാജ പ്രചരണത്തിന്റെ മുനയൊടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന്റെ പുറത്താണ് ഇപ്രാവശ്യം നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ തീമായി തന്നെ ആയുർവേദ ഫോർ ലിവർ ഹെൽത്ത് അല്ലെങ്കിൽ ആയുർവേദ ഫോർ ലിവർ കെയർ എന്ന ഒരു തീം നമ്മൾ എടുക്കുകയുണ്ടായത്. ആയുർവേദത്തിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കരൾ രോഗ ചികിത്സയിൽ വളരെ പ്രാമുഖ്യമുണ്ടായിരുന്ന ഒരു നാടാണ് കേരളം. ഇവിടെ ഒറ്റമൂലി വൈദ്യന്മാർ, കരൾ രോഗത്തിന് ചികിത്സിക്കുന്ന ഒറ്റമൂലി വൈദ്യന്മാർ മാത്രം തന്നെ ഇപ്പം വടക്കൻ ജില്ലകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ട് മുതൽ പല ഗ്രഹങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലും ആലപ്പുഴയിലും ഒക്കെ ഇതേപോലെയുള്ള വീടുകളിൽ സൗജന്യമായി ഒറ്റമൂലി ചികിത്സ നടത്തിക്കൊണ്ടിരുന്നവരുണ്ടായിരുന്നു. അവരിൽ ചില ആൾക്കാരെങ്കിലും ഇപ്പം ആലപ്പുഴയിലൊക്കെ ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മുടെ ഡോക്ടർമാരായി, അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർമാരായി MD ഒക്കെ എടുത്ത് കൃത്യമായി ആ ഒറ്റമൂലി ചികിത്സയും അതുപോലെ കരൾ രോഗ ചികിത്സയും നടത്തി വരുന്ന വലിയ സ്ഥാപനങ്ങൾ നമ്മുടെ മേഖലയിലുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും പണ്ടേ അറിയാവുന്നതുപോലെ ആയുർവേദ ചികിത്സ കരൾ രോഗങ്ങളിൽ ഫലപ്രദമാണ് എന്നുള്ള നിലയുള്ള സാഹചര്യത്തിലാണ് കരൾ രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു വ്യാജ പ്രചരണവുമായി ഈ മേഖലയിലേക്ക് ചില ആൾക്കാർ കടന്നു വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതൊരു മുന്നൊരുക്കമായിരുന്നു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യം, അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെ തകർക്കുക എന്നുള്ള ഒരു നല്ല ലക്ഷ്യം ഇത്തരം ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഉള്ള കുത്തകകളുടെ കടന്നുവരവിന് വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്ന് നമ്മൾ കാണുന്നുണ്ട് കേരളത്തിന്റെ ആരോഗ്യം കൈകാര്യം ചെയ്യാനായി ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള കുത്തകകളുണ്ട്. അത്തരം കുത്തകകൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റലുകളെ എല്ലാം കൈയടക്കിയത്. അങ്ങനെ ഒരു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇവിടുത്തെ ഹോസ്പിറ്റലുകളെ ഹോസ്പിറ്റലുകളിലെ വാങ്ങണമെങ്കിൽ തീർച്ചയായും അതിനകത്ത് കൃത്യമായ എന്താ പറയാ സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ ഇവിടുത്തെ ആരോഗ്യ വ്യവസ്ഥ തകരണം. ആ ആരോഗ്യ വ്യവസ്ഥ തകരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആയുർവേദത്തിന്റെ കടക്കൽ മഴുവെക്കണം എന്ന് ധാരണയോടുകൂടി തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിനെതിരായ ഒരു പ്രവർത്തനം നമ്മൾ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചത്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഈ വാഴ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയുള്ള ഒരു പ്രചരണം വന്നപ്പോൾ തന്നെ നമ്മുടെ പ്രചരണം തുടങ്ങുന്നതിന് എന്താ പറയാ ചെറിയ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ ഇതിനെ ഒരു ആയുധമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ലക്ഷ്യവും മറ്റൊന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വരുന്ന ഒരു വർഷ കാലയളവിലേക്ക് ആരോഗ്യ രംഗത്ത് ആയുർവേദത്തിന്റെ നേട്ടങ്ങളെ ഉയർത്തി കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കരൾ രോഗ ചികിത്സയിൽ ആയുർവേദത്തിന്റെ പ്രാമുഖ്യവും ആയുർവേദത്തിന്റെ സാധ്യതകളും ആയുർവേദത്തിന്റെ തനിമയും ആയുർവേദത്തിന്റെ തെളിമയും മുന്നോട്ട് കാണിക്കുന്നതിന്, ജനസമക്ഷം സമർപ്പിക്കുന്നതിന്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഏറ്റെടുത്ത് നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് നമ്മൾ ഇത്തരം ഒരു പ്രീ കോൺക്ലേവ് വർക്ക്ഷോപ്പ് നടത്താം എന്ന് ഉദ്ദേശിച്ചത്. അതിലേക്ക് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഉദ്ഘാടകനെയും അതുപോലെ പ്രിയപ്പെട്ട നമ്പൂതിരി സാറിനെയും ഒക്കെ ക്ഷണിക്കാനായിട്ട് സാധിച്ചത്. എങ്കിൽ പോലും വളരെ സന്തോഷം, രണ്ടുപേരും അത് ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറായി എന്നുള്ളതിലുള്ള നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ഷൈജു ഡോക്ടറും അതുപോലെ വിനോദ് സാറും ഒക്കെ വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് കാഴ്ചവെച്ചു വരുന്നു. അതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. അതുപോലെ ഈ നമ്മളൊരു പുസ്തകം ഇറക്കുന്നതിനെ പറ്റി ഹരിദാസ് ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. ആ പുസ്തകത്തിലേക്ക് ഒരു ചെറിയ നമ്മളൊരു
എന്താ പറയാ, ഒരു ചെറിയൊരു പുസ്തകം, കൈപ്പുസ്തകം ഇറക്കുന്നതിനാണ് വിചാരിച്ചതെങ്കിലും അതിനെ ഗൗരിശങ്കർ ഡോക്ടറും അതുപോലെ ഷൈജു ഡോക്ടറും ഒരു വലിയ പുസ്തകമാക്കി തന്നെ മാറ്റി എന്നുള്ള ഒരു സന്തോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയിച്ചു കൊള്ളട്ടെ. അതിനുവേണ്ടി പ്രവർത്തിച്ച രണ്ടുപേർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ, നന്ദിയും അറിയിക്കുന്നു. ഈ ഇന്നത്തെ പ്രീ കോൺക്ലേവ് വർക്ക്ഷോപ്പിൽ ശരിക്കും നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വരുന്ന ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കുന്നതിനുള്ളതാണ് ഒരു പ്രീ കോൺക്ലേവ് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ പ്രീ കോൺഗ്രസ് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന ഒരു പ്രവർത്തനം എന്നുള്ളതിനപ്പുറത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വർഷക്കാലയളവിലെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമായിട്ടാണ് നമ്മൾ ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഉദ്ഘാടകനോടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയിച്ച് AMI. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് പ്രിയപ്പെട്ട ഗോപകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. എത്രയും പ്രിയപ്പെട്ട ഈ നമ്മുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട വിഷ്ണു നമ്പൂതിരി ഡോക്ടർ, പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ഹരിദാസ് സാർ, എത്രയോ തലമുറകളിലൂടെ ആയുർവേദത്തിന്റെ അമൃതപ്രവാഹം കടത്തിവിട്ട നമ്മുടെ എല്ലാവരുടെയും ഗുരുനാഥൻ പ്രിയപ്പെട്ട നമ്പൂതിരി സാർ, ഈ ചടങ്ങിന്റെ മോഡറേറ്റർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പ്രിയപ്പെട്ട വിനോദ് കുമാർ സാർ, നമ്മുടെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ലിവർ സംബന്ധിച്ച ഒരു വലിയ ആധികാരിക ഗ്രന്ഥം നമുക്ക് സമ്മാനിക്കുന്ന പ്രിയപ്പെട്ട ഷൈജു ഡോക്ടർ, ദേവികൃഷ്ണൻ ഡോക്ടർ, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻകാല സംസ്ഥാന ഭാരവാഹികളായ ലീന ഡോക്ടർ, സാദത്ത് ഡോക്ടർ, അതേപോലെ മുഴുവൻ AMIയുടെ സജീവരായ പ്രവർത്തകരെ, നേതാക്കന്മാരെ, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള ഡോക്ടർമാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആദ്യമേ ഒരു കരളിൽ നിന്നൊരു നമസ്കാരം നേരുകയാണ്. പലപ്പോഴും കരളില്ലാതെ നമുക്ക് ജീവിതമില്ല. അതുകൊണ്ട് തന്നെ കരൾ ചികിത്സയിൽ ഉണ്ടാകുന്ന ഏത് നേട്ടവും നമ്മുടെ മാത്രം ജീവിതമല്ല, വൈദ്യശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ വൈദ്യത്തിന്റെ ജീവിതത്തിൽ പോലും കരളിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വയനാട്ടിലേക്ക് 47ാം സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിലേക്ക് വയനാടൻ ചുരങ്ങൾ നമ്മൾ കയറുമ്പോൾ നമ്മളൊരു വലിയ ദൗത്യവുമായിട്ടാണ് മേലോട്ട് പോകുന്നത്, അല്ലെ? ഓരോ ചുരത്തിന്റെ ഓരോ വളവുകളും താണ്ടി നമ്മൾ സമ്മേളന വേദിയിലേക്ക് എത്തുമ്പോൾ ആയുർവേദത്തിന് എല്ലാ മേഖലയിലും എന്തെല്ലാം സംഭാവന ചെയ്യാൻ കഴിയും, പ്രത്യേകിച്ചും ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലിവറിന്റെ മേഖലയിൽ, കരളിന്റെ മേഖലയിൽ, അത് പ്രതിരോധ പ്രവർത്തനത്തിലായാലും ചികിത്സയിലായാലും ഗവേഷണത്തിലായാലും എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതെല്ലാം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ എപ്രകാരമാണ് അത് പ്രതിനിധാനം ചെയ്യുന്ന ശാസ്ത്രത്തെ കാണേണ്ടത് എന്നുള്ളതിന്റെ ഒരു നല്ല തെളിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ്. വിഷയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയേണ്ടതില്ല. വളരെ ആധികാരികമായി നമ്മുടെ എല്ലാം ഗുരുനാഥനായ നമ്പൂതിരി സാർ സംസാരിക്കും. അതിനുശേഷം പ്രസന്റേഷൻ ഷൈജു ഡോക്ടർ ഉണ്ടായിരിക്കും. സജീവമായി നിങ്ങൾ ഈ ചർച്ചകളിൽ പങ്കെടുക്കുക. എനിക്ക് പറയാനുള്ളത്, ഒരു ആയുർവേദ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, മെഡിക്കൽ പ്ലൂറലിസം, വൈദ്യശാസ്ത്രങ്ങളുടെ വൈവിധ്യമായ വൈദ്യശാസ്ത്രങ്ങളുടെ സജീവമായ സഹകരണവും അതേപോലെയുള്ള പ്രവർത്തനങ്ങളും കൊണ്ടാണ് സംസ്ഥാന രൂപീകരണത്തിന് മുമ്പും ശേഷവും കേരളം ആരോഗ്യരംഗത്തൊരു മികച്ച മാതൃകയായത്. അതിലെല്ലാ വൈദ്യശാസ്ത്രങ്ങൾക്കും ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം ആർക്കും തന്നെ അത് അവഗണിക്കാൻ കഴിയത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുക, അവയിലുണ്ടാകുന്ന എല്ലാ മുന്നേറ്റങ്ങളെയും ഡോക്യുമെന്റ് ചെയ്യുക. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നു മുതൽ അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ ലിവർ കെയറുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും, മുഴുവൻ സെമിനാറുകളും, ശാസ്ത്ര ചർച്ചകളും, പൊതുജന സമ്പർക്ക പരിപാടികളും അവയെല്ലാം തന്നെ ഡോക്യുമെന്റ് ചെയ്യണം. അതെല്ലാം കൂടി പൂർത്തിയായതിനു ശേഷം, ഡോക്യുമെന്റേഷൻ പൂർത്തിയായതിനു ശേഷം എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അത് കേരളത്തിലെയും ഇന്ത്യയിലെയും വൈദ്യശാസ്ത്ര നയരൂപീകരണ സമിതികളിലടക്കം ഇത് നമ്മൾ പ്രസന്റ് ചെയ്യണം. അത് സ്വകാര്യ മേഖലയിലാകട്ടെ, ഗവൺമെന്റ് മേഖലയിലാകട്ടെ, സംസ്ഥാനത്തിനകത്തും പുറത്തും, ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ, നമുക്കറിയാം ട്രഡീഷണൽ മെഡിസിന്റെ WHO ഓഫീസൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അവിടെ എല്ലാം തന്നെ ഇതിന്റെ ശാസ്ത്രീയമായ ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ കാതലായ സംഭവങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വൈദ്യശാസ്ത്ര ഭാഷയിൽ ക്രോഡീകരിച്ച് നമ്മൾ അവതരിപ്പിക്കണം. അത് തന്നെ ആയിരിക്കണം കാലമുയർത്തുന്ന ഇത്തരം വെല്ലുവിളികൾക്കുള്ള ആയുർവേദത്തിന്റെ ഏറ്റവും വലിയ
ലിഖിതമായ പ്രതിരോധം എന്നുകൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇന്ന് തുടങ്ങുന്ന ഈ കാൽവയ്പ് ഏറ്റവും ശക്തമായ ഒരു സന്ദേശമായി മാറുന്നത്. അതുകൂടി സംഘാടകർ ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ വേറൊരു വലിയ കാര്യം, നമ്മുടെ യുവതലമുറയിലേക്ക് കടന്നു വരുന്ന യുവവൈദ്യന്മാർ നിശ്ചയമായും അവർ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ മാത്രം കാണുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ രീതിയിൽ ആയുർവേദത്തെ എങ്ങനെ ലിവർ കെയറിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈവിധ്യമാർന്ന ലിവർ ഡിസീസുകൾ, അത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടായാലും ഇൻഫെക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടായാലും ഇമ്മ്യൂണോളജിക്കൽ ചലഞ്ചസ് കൊണ്ടായാലും ഒക്കെ ധാരാളം വരുമ്പോൾ അവയെ കുറച്ചുകൂടി ശാസ്ത്രീയമായി ചികിത്സിക്കുവാനുള്ള പ്രായോഗിക ചികിത്സാ സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പഠനക്രമം കൂടി ഉണ്ടാക്കിയെടുക്കണം എന്നുകൂടി എനിക്ക് പറയാനുണ്ട്. സിലബസിൽ ലിവർ ഡിസീസ് പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ കണ്ടുവരുന്ന കരൾ രോഗങ്ങളെ എങ്ങനെ ശാസ്ത്രീയമായി നേരിടാം, അതൊരു ഔഷധം മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ ആവണമെന്നില്ല. ഒരു ശാസ്ത്രീയമായ ചികിത്സയായിരിക്കണം. ഒരു കേവലമായ ഒരു കരൾ വീക്കത്തെ തുടർന്ന് അല്ലെങ്കിൽ ഒരു ഹെപ്പറ്റൈറ്റിസിൽ ആരംഭിച്ച് അത് കുറച്ചും കൂടി പുരോഗമിച്ച് അതൊരു ആൽക്കഹോളിക് ലിവർ ഡിസീസായി മാറി, അത് ആൽക്കഹോളിക് ആയാലും നോൺ ആൽക്കഹോളിക് ആയാലും അത് മാറി, അത് വീണ്ടും പുരോഗമിച്ച് അതൊരു ലിവർ സിറോസിസ് ആയി മാറി, ഒരുപക്ഷെ അതൊരു ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമയിലേക്ക് അടക്കം നീളുന്ന ഒരു വലിയ രോഗസംപ്രാപ്തിയുടെ ഒരു യാത്രയുണ്ട്. ആ ഓരോ യാത്രയിലും ആയുർവേദം എങ്ങനെയെല്ലാം ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാമെന്നും ഏതെല്ലാം കരുതൽ കാണിക്കണമെന്നുള്ള കാര്യങ്ങൾ കൂടി ശാസ്ത്രീയമായ രീതിയിൽ ആധുനിക വൈദ്യശാസ്ത്രം അടക്കമുള്ള സയൻസിന്റെയും സാങ്കേതിക വിദ്യയുടെയും മുഴുവൻ പുരോഗതിയും കൂടെ ചേർത്തുകൊണ്ട് വിളമ്പിക്കൊടുക്കുന്ന ഒരു രീതി കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ യുവജനങ്ങൾക്ക് അതിൽ പ്രാധാന്യമുള്ളൂ. കേവലം കാമല എന്ന വാക്കിനപ്പുറം, കുംഭകാമല എന്ന വാക്കിനപ്പുറം, ഹലീമകം എന്ന വാക്കിനപ്പുറം, വിദ്രതി എന്ന് പറയുന്ന വാക്കിനപ്പുറത്ത്, മദാത്യം എന്ന് പറയുന്ന രോഗപ്രകരണത്തിനപ്പുറത്ത്, പാണ്ഡുരോഗത്തിനപ്പുറത്ത്, രക്തപിത്തത്തിനപ്പുറത്ത് ധാരാളം വരികൾക്കിടയിൽ വായിക്കുവാൻ ലിവർ ചികിത്സയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട നമ്പൂതിരി സാർ അദ്ദേഹത്തിന്റെ മുഖ്യ പ്രഭാഷണത്തിൽ അതെല്ലാം സൂചിപ്പിക്കും. അതേപോലെ തന്നെ തുടർന്ന് വരുന്ന എല്ലാ ബോധവൽക്കരണ പരിപാടികളിലും ശാസ്ത്രീയമായ ആയുർവേദത്തിന്റെ വരികൾ, കേവലം ഒരു ഔഷധം മാത്രം എഴുതുന്നതിൽ തീരുന്നതല്ല ലിവർ കെയർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഫസ്റ്റ് BAMS വിദ്യാർത്ഥിയുടെ മനസ്സ് കൊണ്ടു നടക്കുന്ന ഒരാളെന്ന രീതിയിൽ പറയട്ടെ, ഒരു വാശാ ഗുഡൂച്യാദിയിലോ ഒരു ദ്രാക്ഷാദിയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആയുർവേദ ചികിത്സയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലൌഷധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് കൃത്യമായ രീതിയിൽ നമുക്കറിയാം ഡീടോക്സിഫിക്കേഷൻ എന്ന വാക്കെല്ലാം ലിവറിനോട് ചേർത്ത് വയ്ക്കുന്ന വാക്കുകളാണ്. അപ്പൊ ആ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന പഞ്ചകർമ്മ ചികിത്സയെ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലിവർ തന്നെ ഒരു ഡീടോക്സിഫിക്കേഷൻ ഫാക്ടറിയായി വർക്ക് ചെയ്യുമ്പോൾ ആയുർവേദ വൈദ്യശാസ്ത്രത്തിനെതിരെ ഉണ്ടാകുന്ന ടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ടോക്സിക് ആക്ടിവിറ്റീസ് കൂടി ഡീടോക്സിഫൈ ചെയ്യുവാൻ കഴിയണമെങ്കിൽ നിശ്ചയമായും ശാസ്ത്രീയമായ രീതിയിൽ ആയുർവേദത്തെ കൂടുതൽ നമ്മുടെ യുവതലമുറയിലേക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും കൂടി നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും വലിയ പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത് ആ സയൻസ് കൂടുതൽ നന്നായി മനസ്സിലാക്കുക. ആ സയൻസിൽ നമുക്ക് കാണുന്ന ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ, സയൻസിന്റെ ദൗർബല്യമാകണമെന്നില്ല, നമ്മളത് പ്രയോഗിക്കുമ്പോൾ, ഇപ്പൊ ഞാനെന്ന വൈദ്യൻ എന്റെ അറിവ് വെച്ച് ആയുർവേദത്തെ അല്ലെങ്കിൽ വേറൊരു ശാസ്ത്രത്തെ ഉപയോഗിക്കുമ്പോൾ എന്റെ ദൗർബല്യം ശാസ്ത്രത്തിന്റെ ദൗർബല്യമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ ഞാൻ ശക്തിപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ ഓരോ വൈദ്യന്മാരെയും ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു നല്ല ശ്രമം തന്നെയാണ് ഈ സെമിനാറും ഈ നമ്മൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പുസ്തകവും എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ ലക്ഷണങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സുഖസാധ്യ രോഗത്തിന്റെ ലക്ഷണം ആയുർവേദത്തിൽ പറയാറുണ്ട്. സർവൌഷധ ക്ഷമേ ദേഹേ യൂനക പുംസു ജിതാത്മന എന്ന് പറയുന്നത് പോലെ എല്ലാ ഘടകങ്ങളിലും നമുക്ക് അനുകൂലമായി വരുന്ന ഒരു കാലഘട്ടത്തിൽ പൊതുജനത്തിന്റെ നന്മ മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ കൃത്യമായ പ്രവർത്തനങ്ങൾ, കൃത്യമായ ക്രോഡീകരിച്ചുള്ള നമ്മുടെ ഡോക്യുമെന്റേഷൻസ്, കൃത്യമായ ഗവേഷണങ്ങൾ, തുടർ ഗവേഷണങ്ങൾ, അവയെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ തലമുറകളെ, അത് പ്രായമായ തലമുറയാകട്ടെ, ഈ ഏറ്റവും പഠിച്ചിറങ്ങുന്ന കുട്ടികളാകട്ടെ, അവരിലേക്കൊക്കെ തന്നെ വർത്തമാനകാല ലിവർ കെയർ, കെയറും ക്യൂറും ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും നമുക്കറിയാൻ പറ്റും ആയുർവേദം ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കേണ്ടത് രോഗപ്രതിരോധത്തെ കൂടിയാണ്. പ്രത്യേകിച്ചും ലിവറിനെ ബാധിക്കുന്ന രോഗങ്ങളെ തടയുവാൻ കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ നമ്മൾ തടയുകയാണ്. കാരണം ലിവറിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. മറ്റു രോഗങ്ങളെ കൂടി നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോഷ്ടാംഗം എന്ന രീതിയിൽ നിങ്ങൾ ലിവറിനെ നല്ല രീതിയിൽ പരിപാലിച്ചാൽ നിശ്ചയമായും ഒരുപാട് രോഗങ്ങളെ നിങ്ങൾ പ്രതിരോധിക്കുകയാണ്, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് വ്യാധിക്ഷമത്വമാകട്ടെ, ഇമ്മ്യൂണിറ്റി ആകട്ടെ, അല്ലെങ്കിൽ മറ്റ് സിസ്റ്റമിക് ഡിസീസുകളാകട്ടെ, അവയുടെ എല്ലാം ഒരു കേന്ദ്രം ലിവർ തന്നെയാണ്. ഞാൻ ഒരു വരി മാത്രം ശാസ്ത്രം പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു വരി മാത്രം പറയുകയാണ്. ഈ വശാഗുഡൂച്യാദി കഷായത്തിന്റെ ഫലശ്രുതി പറയുമ്പോൾ വശാഗുഡൂജി ത്രിഫല കഡ്ഡി ഭൂനിംബ നിംബജ കോദ ക്ഷൗദ്ര ഇതോഹന്തി പാണ്ഡു പിത്താസ്ത്ര കാമല.
അവിടെ അവസാനം പറയുന്ന 3 രോഗങ്ങൾ ആധുനിക രീതിയിലും ലിവറുമായി അഭേദ്യ ബന്ധമുള്ളതാണ്. പാണ്ഡു, പിത്താശ്രം, അതായത് രക്തപിത്തം, കാമല. അപ്പൊ പാണ്ഡു എന്ന് പറയുന്ന ഹീമോലിറ്റിക് അനീമിയ ആകട്ടെ, രക്തപിത്തം എന്ന് പറയുന്ന കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് ആകട്ടെ, കാമല എന്ന് പറയുന്ന ജാണ്ടിസും തുടർന്നുണ്ടാകുന്ന രോഗങ്ങളുമാകട്ടെ, ഇതെല്ലാം ആയുർവേദ രീതിയിലും ആധുനിക രീതിയിലും ലിവർ എന്ന് പറയുന്ന അവയവത്തെ ബാധിച്ചു ഉണ്ടാകുന്നതാണ്. അപ്പൊ ഒരു യോഗത്തിന്റെ ഫലശ്രുതിയിൽ, വശാഗുഡൂച്യാദി എന്ന് പറയുന്ന യോഗത്തിന്റെ ഫലശ്രുതിയിൽ ഈ 3 പാത്തോളജിയും പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കേവലം മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ബിലിറൂബിൻ കൂടുന്ന അവസ്ഥയ്ക്കുള്ള ചികിത്സയല്ല യഥാർത്ഥ ലിവർ കെയർ. ഒരു പ്രമേഹ രോഗ ചികിത്സയിൽ പോലും, പൈത്തിക പ്രമേഹ രോഗ ചികിത്സയിൽ പോലും ഈ ലിവർ കെയറിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് രോഗങ്ങളിലേക്കുള്ള വാതിലുകളെ അടയ്ക്കുവാൻ കഴിവുള്ളതാണ് നിങ്ങൾ ലിവറിനെ നല്ലവണ്ണം ശ്രദ്ധിക്കുമെങ്കിൽ. ദ്രാക്ഷാതി എടുത്തു നോക്കൂ. ദ്രാക്ഷാതിയുടെ അവസാനത്തെ 2 വരി, ജ്വരം, മദാത്തയം, ഛർദി, മൂർച്ച, ദാഹം, ശ്രമം, ഭ്രമം, ഊർദകം, രക്തപിത്തഞ്ച, പിപാസാം, കാമലാമവി. അവിടെ നമുക്കറിയാം ഊർദക രക്തപിത്തം എന്ന് എടുത്തു പറയുകയാണ്. പിന്നെ മൂർച്ച പറയുന്നുണ്ട്, മദാത്തയം മൂർച്ച പറയുന്നുണ്ട്. ഒരു ഹെപ്പാറ്റിക് കോമയിലേക്ക് പോയി, അതൊരു പക്ഷേ ഒരു മോഹാലസത്തിലേക്ക് പോയി, കോമയിലേക്ക് മാറി, അത് പിന്നെ അടുത്ത അവസ്ഥയിലേക്ക് അത് ലിവർ സിറോസിസ് ആയി മാറി, ഒരു ഈസോഫാഗൽ വേരിസസ് ഒക്കെ വന്ന് റപ്ചർ ചെയ്ത് ഊർദകമായി മാത്രം രക്തപിത്തം ഉണ്ടാക്കുന്ന കാമലാമവി എന്ന 2 വരി പറയുമ്പോൾ ആ യോഗം തന്നെ ഒരു വലിയ ലിവർ പാത്തോളജിയുടെ, ഒരു ഹെപ്പാറ്റോ ബിലിയോറി പാത്തോളജിയെ കുറിച്ച് വർണ്ണിക്കുന്ന പ്രകരണമായി ആദ്യ ചാപ്റ്ററായ ജ്വരത്തിലെ ദ്രാക്ഷാതി മാറുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു യോഗത്തെ അനലൈസ് ചെയ്യുമ്പം പോലും ധാരാളം പാത്തോളജിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഫ്രം യോഗ ടു രോഗ, റിവേഴ്സ് ഫാർമക്കോളജി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നിങ്ങൾ ലിവറിന് വേണ്ടി പഠിക്കുന്ന ഏത് ചികിത്സയും, അത് പ്രതിരോധത്തിലാകട്ടെ, അല്ലെങ്കിൽ ചികിത്സയിലാകട്ടെ, അല്ലെങ്കിൽ ഉപദ്രവവ്യാധിയാകട്ടെ, അവയെല്ലാം തന്നെ ധാരാളം ആധുനിക രോഗങ്ങളിൽ കൂടി റെലവന്റ് ആണ്. അതുകൊണ്ട് രണ്ടും, ഉഭയശാസ്ത്രങ്ങളെയും ഒരേപോലെ അനലൈസ് ചെയ്ത് പഠിക്കുക, പരസ്പരം ചേർത്ത് വയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഏതറിവും അവസാനമായി ചെന്ന് അവസാനിക്കേണ്ടത് രോഗിയുടെ കരളിന്റെ സൗഖ്യത്തിലേക്കാണ്. അതിനുള്ള ഒരു വലിയ യാത്ര ഇന്ന് തുടങ്ങുകയാണ്. എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. എന്റെ ഏറ്റവും വലിയ സന്തോഷം, ഒരു പ്രൊഫഷണൽ ബോഡിയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പായി ഇത്തരത്തിലൊരു ശാസ്ത്രീയ പരിപാടി, അത് കാലം ആവശ്യപ്പെടുന്ന ഒരു ശാസ്ത്രീയ പരിപാടി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുവാൻ തീരുമാനിച്ച സംസ്ഥാന കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. വയനാടൻ ചുരങ്ങൾ കഴിഞ്ഞ്, നമ്മുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ പോലും ഒരു പുതിയ മാറ്റം വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പുതിയ സർക്കാർ വരാൻ വേണ്ടി നിൽക്കുന്ന സമയം, മെയ് 4 നമ്മുടെ പുതിയ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരികയാണ്. അപ്പൊ ആ സമയത്ത് പുതിയതായിട്ട് വരുന്ന സർക്കാരുകളും, നമ്മുടെ അത് ഏത് സർക്കാരായാലും നമ്മുടെ ഈ ആയുർവേദ മേഖലയുടെ പ്രാധാന്യത്തെ കൂടുതൽ അംഗീകരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പോകുന്ന പുതിയ ജനാധിപത്യ സർക്കാരിന്റെ മുമ്പാകെ ഏറ്റവും വലിയ തെളിവധിഷ്ഠിതമായ കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു തയ്യാറെടുപ്പോട് കൂടി നമുക്ക് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് വയനാട്ടിൽ നിന്നും തിരിച്ച് ചുരമിറങ്ങാമെന്ന് കൂടി പറഞ്ഞുകൊണ്ട്, ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏത് സമയത്തും നമ്മുടെ മുൻപിൽ വിജയ സൂചകങ്ങളായി മാറിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പ്രീ കോൺഫറൻസ് വെബിനാർ ഓൺ ലിവർ കെയർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരിക്കലും സെമിനാറിൽ മാത്രം അവസാനിപ്പിക്കാതെ, സെമിനാർ കഴിഞ്ഞും ക്ലിനിക്കൽ പ്രാക്ടീസിലും ഗവേഷണത്തിലും എല്ലാം തന്നെ ഇതിന്റെ ഇൻപുട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വലിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. എന്റെ കരളെ എന്ന് വിളിക്കുമ്പോൾ കാണിക്കുന്ന സ്നേഹം ആയുർവേദത്തിന് മനസ്സിലാകും. വർഷങ്ങളായി എത്രയോ 1000 കരളുകളെ വാരിപ്പുണർന്ന് ഏറ്റവും നല്ല രീതിയിൽ സൂക്ഷിച്ചു കൊണ്ടുവന്ന ആയുർവേദത്തിന് സ്വയം നിലനിർത്തുവാനുള്ള കഴിവുകൂടിയുണ്ട്. കാരണം അത്രമാത്രം ശക്തിയുള്ളതാണ് ആയുർവേദത്തിന്റെ ഓരോ സിദ്ധാന്തത്തിന്റെയും കൂടി കരൾ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. വളരെ സന്തോഷം പ്രിയപ്പെട്ട ഗോപകുമാർ സാർ. ഈ കഴിഞ്ഞ ഹെപ്പാറ്റൈറ്റിസ് ഡേയോടനുബന്ധിച്ചിട്ട് യൂണിവേഴ്സിറ്റി, കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുമായി കുഹാസുമായി ചേർന്ന് നമ്മുടെ ഇതുവരെ കേരളത്തിൽ നടത്തിയിട്ടുള്ള ലിവർ കെയറിലുള്ള തീസീസുകളുടെ ഒരു അബ്സ്ട്രാക്ട് ഇറക്കാനായി നമുക്ക് സാധിച്ചിരുന്നു. അത് അന്ന് പ്രകാശനം ചെയ്തതും പ്രിയപ്പെട്ട രജിസ്ട്രാർ ആണ്. അതിനുവേണ്ടി സഹായമെല്ലാം ചെയ്തു തന്നതും അദ്ദേഹം തന്നെയാണ്. ഇത്തരണത്തിൽ അതിനും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രത്യേക നന്ദി സൂചിപ്പിച്ചുകൊള്ളുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് അറിയാത്ത വഴികൾ എന്നും പ്രകാശദീപമായി തെളിഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട ഗുരുനാഥൻ, പ്രിയപ്പെട്ട MRV സാറിനെ ഈ ചടങ്ങില് മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു.
നമ്പൂരി സാറേ, സാറേ മ്യൂട്ടാ സാറേ. ഹോസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്താൽ. ശരിയാ, ഓക്കെ. കേൾക്കാം. അൺമ്യൂട്ടായി. കേൾക്കാം സാറേ. അപ്പം ഉദ്ഘാടകൻ ഡോക്ടർ ഗോപകുമാർ, AMAയുടെ വിവിധ തലങ്ങളിലുള്ള ഭാരവാഹികൾ, എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. ഇങ്ങനെ ഒരു വളരെ കാലിക പ്രസക്തിയുള്ള ഈ വിഷയത്തെ പറ്റിയുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ വിശദമായ ഒരു ചർച്ച നമ്മൾ ഇന്ന് തുടങ്ങി വെക്കുകയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ തുടക്കത്തിൽ തന്നെയുള്ള ക്ലാസ്സിന് എന്നെ വിളിച്ചതിനുള്ള ഒരു നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ. ഈ ലിവർ ഡിസീസസ് പൊതുവെ ബുദ്ധിമുട്ടാണ് ഒരു ക്ലിനീഷ്യനെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ എങ്കിലും ഇക്കാലത്ത് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ലിവറിന്റെ തകരാറുകൾ ആദ്യം മുതൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ലിവർ ഡിസീസിനെ കൂടുതൽ സാധ്യമാക്കുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ സാധ്യാസാധ്യതയിൽ വർധനമുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ ഇപ്പോഴേ കണ്ടുപിടിക്കാൻ കഴിയുന്നു. മുമ്പ് കണ്ടുപിടിക്കാൻ കഴിയാറില്ല. കാരണം എന്താ വെച്ചാൽ ലിവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്ട് ഒരു ഫുട്ബോളിന്റെ 1/4 ഭാഗം വലിപ്പമുള്ളത് നമ്മുടെ വയറിന്റെ വലതുവശത്ത് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു ഓർഗനാണ്. ലിവറിന്റെ റൈറ്റ് ലങ്ങിന്റെ നേരെ താഴെയായിട്ട് ഇരിക്കുന്ന ഓർഗനാണ്. 100-ലധികം ഫങ്ഷൻസ് ഇതിനുണ്ട്. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉള്ള കൊളസ്ട്രോൾ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഫാറ്റിന്റെ ഡൈജഷൻ, എല്ലാത്തിനെയും സഹായിക്കുന്ന ഒരു ഓർഗനാണ് ഇത്. ഹാർട്ടും അതുപോലെ തന്നെ കിഡ്നിയും ബ്രെയിനും പോലെ തന്നെ 4ാമത്തെ സ്ഥാനമായിട്ട് വേണമെങ്കിൽ കൊടുത്തിട്ട് അതാണല്ലോ തിരുമർമ്മങ്ങൾ. ഈ തിരുമർമ്മങ്ങൾ കഴിഞ്ഞ് 4ാമത്തെ മർമ്മമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റുന്ന അത്ര പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ്. ഈ ഓർഗൻ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതാണ്. പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുമ്പോഴാണത് രോഗത്തെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ലിവറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഒരു 1/3 ഭാഗം പോലും നഷ്ടപ്പെട്ടാൽ പോലും, കേടായാൽ പോലും, ബാക്കി 1/1 കൊണ്ട് നമുക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും 2 കിഡ്നി ഉണ്ട്. പക്ഷെ 1.8 കിഡ്നി മതി ഒരാൾക്ക്. ബാക്കി 1.2 കിഡ്നി സോറി ഇപ്പൊ നമുക്ക് ഒരു 1.2 കിഡ്നി മതി, 0.8 കിഡ്നി നമുക്ക് കൂടുതലാണ്. ചുരുക്കത്തില് ഒരു കിഡ്നി വർക്ക് ചെയ്താൽ ധാരാളം നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയും. എന്ന മാതിരി എല്ലാം ഒരു സ്റ്റെപ്പിന് പോലെ, ടയർ പോലെ ശരിക്കും പറഞ്ഞാല് ഈ കിഡ്നിയുടെ അല്ലല്ലോ, ലിവറിന്റെ തന്നെ ഒരു 1/2 ഭാഗം തകരാറായാലും മനുഷ്യന് നോർമൽ ലൈഫ് ഉണ്ട്. അപ്പൊ എന്താ അതിനൊരു തകരാറ് എന്താ വെച്ചാൽ, ഈ 1/2 ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്കൊരു മെഡിക്കൽ ചെക്കപ്പോ പരിശോധനയോടോ നടത്താത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 1/2 ഭാഗം പോയി കഴിഞ്ഞ് ബാക്കി 1/2 ഭാഗത്തെ രോഗം ബാധിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ ലക്ഷണങ്ങൾ ആവിർഭവിക്കുന്നു. ലക്ഷണങ്ങൾ കാലുമ്പോ നീരുന്നോ, വിശപ്പ് കുറവുന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലക്ഷണമായിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അസാധ്യമായി കഴിയും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാം, LFT ചെയ്യാം, അതുപോലെ തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ ലിവറിന്റെ വൺസിന് ഇയറൊക്കെ ചെയ്യുന്നതിന് വലിയ വിഷമമില്ല. 30 വയസ്സിന് ശേഷമൊക്കെ എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി ഫാറ്റി ചേഞ്ചസ് ഉണ്ട്, ഫാറ്റി ലിവർ ചേഞ്ചസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുമ്പോഴേ ഈ ലിവറിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് ഈ മോഡേൺ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആയുർവേദത്തിന്റെ സ്കോപ്പ് കൂടുകയാണ് ചെയ്യുന്നത് ഇക്കാലത്ത്. ആളുകൾ എന്തൊക്കെ ആയുർവേദത്തെ പറ്റി അവഹേളിച്ചാലും ശരി, ആയുർവേദ ഡോക്ടർമാർക്ക് ശരിക്കും പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഈ ലിവർ ഡിസീസ് ശരിക്കും പറഞ്ഞാൽ. കാരണം നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നു, എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നു, അതിന്റെ ചികിത്സയിലേക്ക് കടക്കാൻ കഴിയുന്നു. വിവിധ അധ്യായങ്ങളിലായിട്ട് സ്കാറ്റേർഡ് ആണ് ഈ ലിവർ കരൾ രോഗങ്ങളുടെ ചികിത്സ. ഇപ്പം ഗോപകുമാർ പറഞ്ഞു ജ്വര ചികിത്സയിലെ ദ്രാക്ഷാദി കഷായം പറഞ്ഞു, വേറൊരു അഷ്ടാംഗ അല്ല സഹസ്രയോഗത്തിൽ പറയുന്ന വാശാകുളിച്ചാതി കഷായത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഉദര ചികിത്സ മുഴുവൻ ഇതാണ്. അതുപോലെ കാമിലാ ചികിത്സ മുഴുവൻ ഇതാണ്. പാണ്ഡുരോഗ ചികിത്സ മുഴുവൻ ഇതാണ്. അതുകൊണ്ടില്ലേ പല രോഗങ്ങളുടെ ചികിത്സയിൽ നിന്ന് നമുക്ക് മരുന്നുകൾ ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട് ലിവർ ചികിത്സയിൽ, അതായത് കരൾ രോഗ ചികിത്സയിൽ. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്
അത് ഏത് മരുന്ന് സെലക്ട് ചെയ്യണം എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടത് നമ്മൾ പറയില്ലേ തത്ത ലക്ഷണബോധിത ആഭ്യന്തര വികൃതി പരമ്പരായവ പരമാർത്ഥത്തോ രോഗ. ലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ മരുന്നുകളെ ചൂസ് ചെയ്യുന്നു. അത് കൃത്യമായി കൊടുക്കുമ്പോൾ, അതായത് ഒരു ലക്ഷണം കാണുമ്പോൾ ആ ലക്ഷണത്തിനെ മറികടക്കാനായിട്ട് മാറ്റാനായിട്ട് കൊടുക്കുന്ന ഔഷധം ആ ലക്ഷണം ഉണ്ടാക്കുന്ന അണ്ടർലൈൻ പത്തോളജിയെ കറക്റ്റ് ചെയ്യുന്നു. അതാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നാ ഞാൻ പറയാം. അതായത് ഒരു ലക്ഷണം കാണുന്നു, ആ ലക്ഷണത്തിനെ കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുന്നു. ആ മരുന്ന് എന്താ ചെയ്യുന്നത്? ലക്ഷണത്തെ കുറയ്ക്കുകയല്ല ചെയ്യുന്നത്, ആ ലക്ഷണം ഉണ്ടാക്കാനുള്ള ആന്തരികമായ സാഹചര്യത്തെ നശിപ്പിക്കുക ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോ ലിവർ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് കാലിന് നീരുണ്ടെന്ന് പറയുമ്പോൾ ആ നീരിന് കൊടുക്കുന്ന മരുന്ന് ലിവർ ഡിസീസിനെ കൂടെ കറക്റ്റ് ചെയ്യുക ചെയ്യുന്നു. അത്രയ്ക്കും വളരെ സയന്റിഫിക് ആണ് ആയുർവേദ ചികിത്സ. നമുക്കെല്ലാം വളരെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവർ ഒരു കോഷ്ടാംഗമാണ്. കോഷ്ടാംഗാനിസ്ഥിതാന്വേഷു ഹൃദയം കുളമ്പ് ഉഫൂസം എന്നൊക്കെയുള്ള കൂട്ടത്തിൽ ലിവറും പറയുന്നുണ്ട്. അപ്പൊ എകൃത്ത് എന്ന് പറയുന്നത്, എകൃത്ത് എന്നാണ് നമ്മുടെ പുസ്തകത്തിൽ പറയുക, എകൃത്ത് എന്ന് പറയുന്നത് ഒരു കോഷ്ടാംഗമാണ്. ഈ കോഷ്ടാംഗത്തിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ രോഗിയോട് പറഞ്ഞ് മനസ്സിലാക്കാം, ഇത് നിങ്ങളുടെ ഒരു ജീവിത ശൈലി രോഗമാണ്. ഇതിനൊരു മാർഗമേ ഉള്ളൂ, നിങ്ങൾ ധാരാളം എക്സസൈസ് ചെയ്യുക, കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കുറയ്ക്കുക, ഫാറ്റ് തീർച്ചയായിട്ടും കുറയ്ക്കണം, അതുകൂടാണ്ട് കാർബോഹൈഡ്രേറ്റും കുറയ്ക്കുക. കാരണം അതാണ് ഗ്ലൈക്കജനും ഫാറ്റുമായിട്ട് ഈ ആയിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ് ആണല്ലോ. അപ്പൊ കുറയ്ക്കുക. ഇങ്ങനെയുള്ള മരുന്നുകളില്ലാതെ അദ്രവ്യ ചികിത്സ കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ആദ്യശതിനെ ചികിത്സിക്കാൻ പറയും. ദ്രവ്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ കുറെ ഉപദേശങ്ങൾ കൊടുത്ത്, പിന്നെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് വളരെ അനുഭവമുള്ളൊരു ആഹാരമാണ് മഞ്ഞളിട്ട് കാച്ചിയ മോര്. അത് മോര് കടഞ്ഞ് നെയ്യ് മാറ്റണേ, നല്ല രൂക്ഷമായ മോര് മഞ്ഞളിട്ട് കാച്ചിട്ട് ഒരു നുള്ളു കുരുമുളകിന്റെ പൊടിയും ചേർത്ത്, ഇപ്പൊ പുളിശ്ശേരി പോരായി. ഇത് കുടിക്കാനും ചോറ് ചേർത്ത് ഉണ്ണാനും ഒക്കെ കുറെ നാൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഫാറ്റി ലിവറിന് നല്ല മാറ്റം കാണാറുണ്ട്. നിസ്സാര ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്തുന്നു, ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുമ്പോൾ തന്നെ ഈ ഈ ഫാറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഫാറ്റി ലിവർ ആണ് വേണ്ട രീതിയിൽ കെയർ ചെയ്യാതിരിക്കുമ്പോൾ അത് സിറോസിസും, അല്ലെങ്കിൽ സിറോസിസ് തന്നെ വെറും സ്കാർ ടിഷ്യൂ അല്ലേ അതിന്റെ ഒക്കെ ആയിട്ട് മാറുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈബ്രോ സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ എത്രമാത്രം ലിവറിന് കേടുണ്ടെന്ന് കണ്ടുപിടിക്കും. അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ വളരെയേറെ ആയുർവേദ ഡോക്ടർമാർക്ക് സ്കോപ്പുള്ളൊരു വിഷയമാണ്. എനിക്ക് ഒരുപാട് ചികിത്സാ അനുഭവം ഉള്ളതുകൊണ്ടും ധാരാളം ലിവർ രോഗികളെ ചികിത്സിച്ചിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വിഷമമുള്ള കാര്യമല്ല, കുറച്ച് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണമായിട്ട് ഏത് രോഗമാണെങ്കിലും ആദ്യം തന്നെ ആമാവസ്ഥയ്ക്കുള്ള ചികിത്സയെ തന്നെ തുടങ്ങണം. സാധാരണ ഞാൻ നമ്മുടെ വൈശ്വാനരൻ ചൂർണം കൊടുക്കാം, അല്ലെങ്കിൽ ഗന്ധർവസാദി കഷായം കൊടുക്കുക, ഇതൊക്കെ സാധാരണ മരുന്നുകളേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഉപയോഗിക്കാറ് പഞ്ചകോല യവാകുക. 10 ഗ്രാം പഞ്ചകോലം ഇട്ട് തിളപ്പിച്ച വെള്ളത്തില് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. ആ വെള്ളം അരിച്ചെടുത്ത് അതിനകത്ത് കുറച്ച് പൊടിയരി ഇട്ട് കഞ്ഞി വെച്ച് കൊടുക്കുക. വറ്റിക്കുക, വാർത്ത് കളയരുന്ന് പറയുക. അത് ചെറുപയർ പുഴുക്കോ എന്തെങ്കിലും ചേർത്ത് ആ കഞ്ഞി ഒരാഴ്ച കഴിക്കുമ്പോൾ തന്നെ വളരെ ഡീപ് സീറ്റഡ് ആയിട്ടുള്ള ആമപാചനായിട്ട് തീരുകയാണ്. പഞ്ചകോല യവാകും. ഒരാഴ്ച കൊടുത്താൽ മതി, അതിൽ 10 ദിവസം കൂടെ ഒട്ടും കൊടുക്കേണ്ടി വരില്ല. അപ്പൊ തന്നെ അഗ്നി സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് നമുക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മൾ വിചാരിക്കും നെയ്യ് കൊടുക്കരുത് എകൃത്ത് രോഗികളിൽ. തെറ്റായൊരു കൺസെപ്റ്റാണ്. നെയ്യ് എകൃത്തിന്റെ അതായത് എകൃത്തിലേക്ക് ഫാറ്റ് അടിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫാറ്റിൽ ചേർത്ത് കൊഴുപ്പിൽ ചേർത്ത് ഏത് ഔഷധം കൊടുത്താലും അത് ലിവറിലേക്ക് എത്തും. നമുക്കറിയാം, ഇപ്പൊ ഇന്ദുകാന്തം നെയ്യും പറയുമ്പോൾ പൂരീകദാരു ദശമൂല കഷായ സിദ്ധം സക്ഷീര ഷഡ്പലൈതം കൃതം ഇന്ദുകാന്തം വാതാമയക്ഷയ മഹോദര. കണ്ടോ, വലിയ ആസൈറ്റിസിന് വരെ ഇന്ദുകാന്തം നെയ്യ് പറയാം. ഷഡ്പലം നെയ്യ് അതുപോലെ തന്നെ. ഏത് പാചന ദീവനമായ ഏത് നെയ്യ് എടുത്താലും ഒരു ലിവർ കണ്ടീഷൻ അതിന്റെ ഇൻഡിക്കേഷൻ ആയിട്ട് കാണും. ശ്രദ്ധിച്ചറിയാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഈ പാചനമായ ഔഷധങ്ങൾ കൊടുത്തതിന് ശേഷം ഏറ്റവും ദീപനമായ ഔഷധം നെയ്യ് തന്നെയാണ്. നല്ല നെയ്യ് വേണേ, മാർക്കറ്റിൽ കിട്ടുന്നത് നല്ല നെയ്യാണോ അതൊക്കെ വേറെ കാര്യം. നല്ല നെയ്യ് തന്നെ ഇങ്ങനെ സംസ്കൃതമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അതും ലിവർ ഫങ്ഷൻസിനെ എൻഹാൻസ് ചെയ്യുന്നതാണ്. നമ്മള് ഈ ചികിത്സ എന്ന് പറയുന്നത് എപ്പോഴും ഇതമേവ പ്രധാനം ഇതം നേതി, ചികിത്സായാം പ്രധാനം അവസ്ഥാവിധാനം എന്നാണ് ശരിക്കും പറയുക. ചികിത്സയ്ക്ക് അവസ്ഥയാണ് പ്രധാനം. ഉദാഹരണമായിട്ട് ഇപ്പോ
അരിഷ്ടാസവങ്ങൾ കൊടുക്കേണ്ട ക്ലിനിക്കൽ കണ്ടീഷൻ വരെ ലിവർ ഡിസീസിൽ വരും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ആവശ്യമാണെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊടുത്തു എന്നോർത്തൊന്നും തകരാ. സ്രോതോ വിബന്ധേ മന്ദ അഗ്നവും അരിജവും സ്ഥിമിതാശയ ക്ഷാര ചൂർണ ആസവ അരിഷ്ട മൂത്ര തക്രാണ് ശീലയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു അഗ്നിമാന്തി ഉണ്ട്, സ്രോതോബന്ധം ഒക്കെ തോന്നുന്നു. മന്ദാഗ്നിയാണെങ്കിൽ അരിഷ്ടാസവങ്ങൾ, അഭയാരിഷ്ടം പോലുള്ള അരിഷ്ടങ്ങൾ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലേ. 1-2 ആഴ്ച ഒരു 30 മില്ലി വീതം 2 നേരം ആഹാരശേഷം കൊടുത്തു എന്നോർത്ത് ഒരു കുഴപ്പമില്ല. ഒരരിഷ്ടം പോലും നമ്മുടെ ശാസ്ത്രത്തിൽ നിത്യേന ഉപയോഗിക്കാൻ വിധിയില്ല. അപ്പൊ നിത്യേന ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉപയോഗിക്കുന്നതിന് എന്നിട്ട് അതുകൊണ്ട് അവർക്ക് ലിവർ ഡിസീസ് വന്നെങ്കിൽ അതിന് നമ്മളെങ്ങനെയാ ഉത്തരവാദിയാവണേ? ആയുർവേദ മരുന്ന് കഴിച്ചിട്ട് ലിവർ ഡിസീസ് വന്നു എന്ന് പറയുന്നതിന്റെ ഒരു യുക്തി എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഒരാളൊരു ഏതെങ്കിലും ഔഷധം കൂടുതൽ കാലം ഉപയോഗിച്ചിട്ട് അയാൾക്കൊരു രോഗം വന്നാൽ അത് ആ ശാസ്ത്രത്തിന്റെ കുറ്റാണോ അല്ലെങ്കിൽ ആ ഡോക്ടർമാരുടെ കുറ്റാണോ? ഒരിക്കലും ആവുന്നില്ല. അപ്പൊ എന്ന മാതിരിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ നമ്മളെ കരിവാരി തേക്കാനും അല്ലെങ്കിൽ നമ്മളെ അവഹേളിക്കാനും അവസരം കിട്ടുന്ന ഉപയോഗിക്കുന്നതേ ഉള്ളൂ. നമ്മളാരും അതിന് നിന്ന് കൊടുക്കാറില്ല, നമ്മളാരും ഈ തെറ്റ് ചെയ്യുന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പഞ്ചപോലെ യവാഗു വൈശ്വാനരൻ ചൂർണം ഹിംഗുവജാതി ചൂർണം ഇങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് അഗ്നിദീപനം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഷഡ്പലം നെയ്യ്, ഇന്ദുകാന്തം നെയ്യ് തുടങ്ങിയൊക്കെ കൊടുക്കാം. കാമിലാണെങ്കിൽ വേറെ ലൈനിലാണ്. കാമിലാണെങ്കിൽ നമുക്ക് ചികിത്സയ്ക്ക് വേറെ ലൈനിലേക്ക് മാറി. അതായത് വിരേക സാധ്യ ഗുൽമാർശോ വിസ്ഫോടം വ്യംഗ കാമില. കാമില വിരേക സാധ്യമായ രോഗമാണ്. അപ്പൊ നമ്മൾ അഭിവൃദ്ധി ചൂർണത്തിലേക്ക് പോകാൻ വേണമെങ്കിൽ അഭിവൃദ്ധി ചൂർണം അഡൽട്ട് ആണെങ്കിൽ 4 ടീസ്പൂൺ പൊടിയെടുത്ത് തേന് ചേർത്ത് കഴിച്ച് മീതി 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാൽ നല്ലൊരു ഡീറ്റോക്സിഫിക്കേഷൻ ആയി. ലിവറിനെ ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മരുന്നില്ല. കാരണം സസ്താ സർവ വിശേഷുച്ച എല്ലാ വിഷങ്ങളിൽ പോലും കൊടുക്കാൻ എന്താണ് ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റിയ ഔഷധമാണ് ഈ അഭിവൃദ്ധി. അപ്പൊ ഈ ഡീടോക്സിഫിക്കേഷൻ ആണ് ശരിക്കും ലിവറിന്റെ ഫംഗ്ഷൻ. ഈ അഭിവൃദ്ധി കൊടുത്ത് വിരേചനം ചെയ്യുമ്പോൾ ആ ഫംഗ്ഷന്റെ ഒരു പാർട്ട് ഈ അഭിവൃദ്ധി ഏറ്റെടുക്കുക. അങ്ങനെ ലിവറിനെ സഹായിക്കുക ചെയ്യുന്ന അഭിവൃദ്ധി. നോക്കണേ, ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ഔഷധങ്ങളും ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ പുനർനവാദി കഷായമൊക്കെ വണ്ടർഫുൾ ഇഫക്റ്റ് ആയി പല അവസരങ്ങളിൽ ഈ കാലിൽ നീരുന്നോ അത് കാരണം തിക്തരസമാണ്. ദോഷാണാം പാചനാർത്ഥം ച വന്യസന്തുക്ഷണായ എന്താ സംഗ്രഹായ രക്തസ്യ പരം തിക്തൈരുപാതയെന്ന തിക്തരസം കൊണ്ട് ചികിത്സിക്കണം. പുനർനവാദി കഷായത്തിൽ 8 മരുന്നുള്ളതിൽ 7 മരുന്നും തിക്തരസമാണ്, ചുണ്ടി മാത്രമേ അല്ലാത്തുള്ളൂ. അത് അതിന്റെ ബയോ അവൈലബിലിറ്റിക്ക് വേണ്ടി ചേർത്തിരിക്കുന്നു. ഇപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ഈ യോഗങ്ങളൊക്കെ വളരെ ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്ത് ലിവർ എന്നുള്ള അല്ലെങ്കിൽ എകൃത്ത് എന്നുള്ള അവയവത്തെ പ്രൊട്ടക്ട് ചെയ്യത്തക്ക രീതിയിലാണ് എല്ലാ എകൃത്ത് രോഗങ്ങളിലും ചികിത്സ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരൗഷധം പോലും ഒരു ടോക്സിക് ആയിട്ടുള്ള ഔഷധങ്ങളില്ല. ഉദാഹരണം ഞാൻ പറയാം, ചില എകൃത്ത് രോഗികൾ സോഡിയം കുറയുന്നു, അപ്പൊ ഒരു ഡിസോറിയന്റേഷൻ ഒക്കെ വരുന്നു. സോഡിയം കുറയുന്നതിന് ഏറ്റവും നല്ല മരുന്ന് ദ്രാക്ഷാദി കഷായ. ദ്രാക്ഷാദി കഷായത്തിന്റെ ഇൻഡിക്കേഷൻ സോഡിയം കുറയുന്നതിന്റെ ലക്ഷണങ്ങൾ. അപ്പൊ ദ്രാക്ഷാദി കഷായമായിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ തോയ ഭാഗമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ചിലപ്പോൾ 2-3 ദിവസം കൊടുക്കേണ്ടി വരും. സോഡിയം നമുക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ ഔഷധങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഇൻഡിക്കേഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. അഗ്നിയെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, അതായത് നമ്മള് ശാന്ത അഗ്നവും മ്രിയതേ യുക്തം ചിരഞ്ജീവത്യനാമയ രോഗീസ്യാദ് വികൃതേ മൂലം അഗ്നിസ്തസ്മാത് നിരുച്യതേന്ന്. അതായത് ചരക സംഹിതയിൽ ഗ്രഹണ ചികിത്സയിലാണ് ഏറ്റവും കൂടുതൽ അഗ്നിയെ പറ്റിയുള്ള വിവരണം നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത്. അഷ്ടാഹൃദയത്തിലൊന്നും അല്ല. അപ്പൊ അഷ്ടാഹൃദയത്തിന്റെ ശ്ലോകത്തില് ശാന്ത അഗ്നവും മ്രിയതേ, ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാളിലുള്ള അഗ്നി കെട്ടുവെന്നാണ്. യുക്തം ചിരഞ്ജീവത്യനാമയ, ഒരാൾ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു എന്നും പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അയാളുടെ അഗ്നി വളരെ സമ്പുഷ്ടമാണ്, നല്ല നിലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി രോഗിസ്യാദ് വികൃത, ഒരാൾ രോഗിയായി എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അയാളുടെ അഗ്നി വികൃതമായി എന്നാണ്. അതുകൊണ്ട് ആരോഗ്യത്തിനും രോഗത്തിനും മരണത്തിനും മൂലം അഗ്നിസ്തസ്മാത് നിരുച്യതേ, പ്രധാന കാരണം അഗ്നിയാണ്. അപ്പൊ അഗ്നിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ചികിത്സാ രീതിയാണ് ഈ ശാസ്ത്രങ്ങൾ. കാമിലയ്ക്കും അതെ, പാണ്ഡുരോഗത്തിനും അതെ, എകൃത്ത് രോഗങ്ങൾക്കും ഉദരത്തിനും ഒക്കെ പറയുന്നത്. ഉദരത്തിന് ദോഷാ സർവേഭ്യം അഗ്നി മന്ദ അഗ്നവും സുതരാം ഉദരാണ് ഇത്.
എല്ലാ രോഗങ്ങളും മന്ദാഗ്നി കൊണ്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദരരോഗം നമുക്കറിയാമോ, ലിവർ ഫെയിലിയർ വന്നാലല്ലേ ഉണ്ടാകാൻ പറ്റുള്ളൂ അസൈറ്റിസ്. ഉദരരോഗം അഗ്നിമാന്ദ്യം കൊണ്ട് മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരും ചികിത്സിക്കുമ്പോൾ അഗ്നിക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചികിത്സിക്കണം. ആ ചികിത്സ ഒരു കാലത്ത് നമുക്കൊരു ഫെയിലിയർ ഉണ്ടാക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശാസ്ത്രം അനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് ഇതിന് പ്രാധാന്യത്തോടെ കൊടുക്കേണ്ടത്. ഈ ലിവർ രോഗമാണ് എന്നോർത്തിട്ട് നെയ്യ് കൊടുക്കാൻ മടിക്കരുത്. കാരണം പാചന ഔഷധ അല്ലെങ്കിൽ ദീപന, ഏറ്റവും ദീപനമായ ഔഷധം നെയ്യാണ്. അതിനെ പാചന ഔഷധങ്ങളൊക്കെ ഇട്ട് സംസ്കരിക്കുമ്പോൾ നെയ്യൊരു ഡബിൾ എഡ്ജ് വെപ്പൺ എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ശക്തിയേറിയ ഒരു ആയുധമായി തീരും. ഈ നെയ്യിനൊരു പ്രത്യേകതയുണ്ട്. നെയ്യിന് ചില അവയവങ്ങളോട് ഒരു അഫിനിറ്റി ഉണ്ട്. ഉദാഹരണം ഒന്ന് കണ്ണില് ഇപ്പൊ നമ്മള് ത്രിഫല മധുസർപ്പിഭ്യം ഋഷി നേത്രബലായുജാണ്. ത്രിഫലപ്പൊടി നെയ്യ് ചേർത്ത് കൊടുത്താൽ കണ്ണിലേക്ക് പോകും. ത്രിഫലപ്പൊടി ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ അത് വെറും ഒരു കോഷ്ടശുദ്ധി വരുത്തുള്ളൂ. അപ്പൊ നെയ്യ് ചേർത്ത് കൊടുത്താലേ കണ്ണിലേക്ക് പോകും. അതുപോലെ തന്നെ ലിവറിലേക്ക് നെയ്യ് ചെല്ലണമെങ്കിൽ നല്ല ദീപനമായ പാചനമായ ഔഷധങ്ങളെ കൊണ്ട് പൂതീക ദാരു ദശമൂല കഷായ സിദ്ധം, അതുപോലെ പഞ്ചകോല യവക്ഷാര ഷഡ്പലേന കൃതം പചയിൽ കൃതം. പഞ്ചകോലവും യവക്ഷാരവും കൂടെ ചേരുമ്പോൾ ഷഡ്പലമായി. ഈ ഷഡ്പല സംസിദ്ധമായ കൃതം ഏറ്റവും പാചനമായ ഔഷധം ആയുർവേദത്തിലും പഞ്ചകോല, ഏറ്റവും ദീപനമായ ഔഷധം ആയുർവേദത്തിൽ നെയ്യാണ്. ഏറ്റവും പാചനമായ ഔഷധവും ഏറ്റവും ദീപനമായ ഔഷധവും ഒന്നിച്ചു ചേർക്കുമ്പോൾ അതൊരു വലിയ എന്താ പറയണേ, അഗ്നിയെ സമ്പുഷ്ടമാക്കുന്ന ഒരു ഔഷധമായിട്ട് തീരുക. ആ ഔഷധമാണ് ലിവർ രോഗങ്ങളിൽ ഏറ്റവും പ്രയോജനപ്പെടുക. അപ്പൊ നമ്മള് ഈ ശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അടിസ്ഥാന തത്വങ്ങൾ ശരിക്കും പഠിച്ചുകൊണ്ട് രോഗത്തിന്റെ സംപ്രാപ്തി ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് രോഗാവസ്ഥയെ ശരിക്കും പരിഗണിച്ചുകൊണ്ട് ഔഷധങ്ങൾ പാണ്ഡുരോഗ ചികിത്സയെന്ന്, കാമല ചികിത്സയെന്ന്, ഉദര ചികിത്സയെന്ന് ഒക്കെ ചൂസ് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ഔഷധം നമുക്ക്, ഔഷധ ശ്രേണി തന്നെ, ഔഷധ കൂട്ടം തന്നെ നമുക്ക് കിട്ടുന്നു. അത് നമ്മുടെ യുക്തി അനുസരിച്ചിട്ട് ചൂസ് ചെയ്ത് പ്രയോഗിക്കുമ്പോൾ ലിവർ രോഗങ്ങൾക്ക്, യകൃത് രോഗങ്ങൾക്ക് നമുക്ക് നല്ലൊരു മറുപടിയുണ്ട്, നല്ലൊരു ചികിത്സാ സിദ്ധാന്തമുണ്ട്. അത് ആരും ഒറ്റ ഡോക്ടർമാർ പോലും, ഞാൻ കുറെ ഡോക്ടർമാരുടെ അധ്യാപകൻ എന്നുള്ള രീതിയിൽ പറയാണ്, ഒറ്റ ഡോക്ടർമാരും ഒരു ലിവർ രോഗം വന്നാല് ഞാൻ ചികിത്സിക്കാന്ന് പറഞ്ഞാൽ മുമ്പോട്ട് വരണം. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇതിനുള്ള ആയുധമുണ്ട്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെറും മോരില് മഞ്ഞപ്പൊടി ചേർത്ത് കുരുമുളക് പൊടിയും ചേർത്ത് പുളിശ്ശേരി ആക്കി കഴിച്ചാൽ അതുപോലും ഒരു ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഔഷധമാണ്. നമ്മൾ മിശ്രം പഥ്യം അപഥ്യം ചുക്തം സമശനം മതം വിദ്യാത് അത്യശനം പോയോ, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ ഒരു ഡയറ്റ് പാറ്റേണും ടൈമിലി ഫുഡ്, ഓരോരുത്തർക്കും യോജിക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. കാരണം ഇതെല്ലാം ഡീടോക്സിഫൈ ചെയ്യുന്ന ലിവറാണ്, ശ്രദ്ധിക്കണം. അപ്പം ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ചേർക്കാത്ത ആഹാരം തന്നെ കഴിക്കണം, നിർബന്ധിക്കണം. നല്ല പച്ചക്കറികളെ കഴിക്കാവുള്ളൂ. ഇപ്പൊ നമുക്കെല്ലാം അറിയാം, ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ ടോക്സിക് ആണ് ഇവ നമ്മുടെ ഫുഡ് വരും. ഇപ്പൊ ഈയിടെയല്ല, നമ്മുടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു മരിച്ചുപോയ അദ്ദേഹം തൃപ്പൂണിത്തുറക്കാരനായിരുന്നു, ട്രിവാൻഡ്രത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഒരു പറഞ്ഞു തന്നൊരു മാർഗം എന്താന്ന് വെച്ചാല്, പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മള് ഈ തുണി അലക്കുന്ന ഇതില്ലേ, ഡിറ്റർജൻസ് കലക്കി വെച്ച് അതിനകത്ത് കുറച്ച് നേരം ഇട്ട് വെക്കുക. തൊലി കളയാത്തത്, അത് വെണ്ടയ്ക്ക, പാവയ്ക്ക, തക്കാളി, ഇങ്ങനെയുള്ള തൊലി കളയുന്നതിന് കുഴപ്പമില്ല. അതായത് മത്തങ്ങാന്നോ കുമ്പളങ്ങാക്കോ കുഴപ്പമില്ല. തൊലി കളയാത്തതെല്ലാം ഇങ്ങനെ ഡിറ്റർജൻസിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് പച്ചവെള്ളത്തിൽ കഴുകി വേവിക്കുമ്പോൾ അടയ്ക്കാതെ വേവിക്കുക. മുക്കാലും ഈ അടിക്കുന്ന വിഷങ്ങളൊക്കെ ഓളട്ടയിൽ പോയിസൺ, അപ്പൊ അത് മുക്കാലും ആവിയായിട്ട് പോകും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു 95% ടോക്സിക് എഫക്റ്റ് പച്ചക്കറികളുടെ കുറഞ്ഞു കിട്ടുന്ന പറഞ്ഞു. ഇത് അദ്ദേഹം പറഞ്ഞു തന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കി ഏറ്റവും വിഷമില്ലാത്ത ആഹാരം കഴിക്കുക, ഏറ്റവും കൃത്യമായ ആയുർവേദ മരുന്നുകൾ കഴിക്കുക, ജീവിതത്തിൽ എന്താ പറയുക, നല്ല ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക, ജീവിത ശൈലി രോഗങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രമിക്കുക, പ്രമേഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായ ഔഷധങ്ങളെ ചൈനയെ നിയന്ത്രിക്കുക ഒക്കെ ചെയ്താൽ ലിവർ രോഗങ്ങള് ഒരു ഘട്ടം വരെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അസാധ്യമായ, ചരകാചാര്യം പറയുന്നുണ്ട്, സാധനത്വസാധ്യാനാം വ്യാധീനോ ഉപദിശ്യതേ, അസാധ്യമായ രോഗങ്ങളുടെ ചികിത്സ ഞാൻ പറയുന്നേ ഇല്ല
എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഏത് രോഗവും അസാധ്യമായി തരും. ഇപ്പൊ ആദ്യം ഗോപകുമാർ പറഞ്ഞു HCC, ഹെപ്പറ്റോ സെല്ലുലർ കാഴ്സനോമ, നമുക്കൊന്നും ചെയ്യാനില്ല, സ്പ്രെഡിങ് ഒഴിവാക്കാം. പക്ഷേ ഹെപ്പറ്റോ സെല്ലുലർ കാഴ്സനോമ അല്ലാത്തൊരു ബിനൈൻ ട്യൂമർ ലിവറിൽ വന്നാൽ ഈസി ആയിട്ട് ചികിത്സിക്കാം. ഞാൻ ഒരുപാട് കേസ് ബിനൈൻ ട്യൂമർ ലിവറിൽ വന്നിട്ടുണ്ട്, അതിങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. എന്താ ചെയ്യേണ്ടത് ഡോക്ടർ? മോഡേൺ ഡേയ്സ് ഡോക്ടർമാർ പറയണത് സർജറി വേണമെന്ന്. അങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമുക്ക് വണ്ടർഫുൾ മരുന്നുണ്ട്. ഒന്നുമില്ല, ഈ വരണാതി കഷായവും അതൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ. പക്ഷെ അതൊക്കെ വണ്ടർഫുൾ ഇഫക്റ്റാണ് നമുക്ക് തരുന്നത്. ഈ ഇതില്ലേ എന്താ, വരണാതി ഗണക്വാഥം അപക്വേ ആഭ്യന്തരേ സ്ഥിതോ ഊഷകാദി പ്രതീഭാവം പൂർവാന്യേ വിദ്രസവും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അപക്വമായ ആഭ്യന്തര വിദ്രഥിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബിനൈൻ ട്യൂമർ ലിവറിലുള്ളത്. അപ്പൊ നമുക്കറിയാം ആ വിദ്രഥിയുടെ സ്ഥാനങ്ങളിലും എതിർത്തുണ്ട്. അപ്പൊ ആഭ്യന്തര വിദ്രഥി വേണമെങ്കിൽ വരാം. അപ്പൊ അപക്വമായ ആഭ്യന്തര വിദ്രഥിയിൽ വരണാതി കഷായത്തിൽ ഊഷകാദി ചൂർണം ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കും കേട്ടോ. കൃത്യമായ മരുന്നാ. അപ്പൊ കൊടുത്താൽ അവിടെ പിടിച്ചു കെട്ടിയ പോലെ നിൽക്കും രോഗം. എനിക്കിത് അനുഭവം ഉള്ളതാ, വെറുതെ പറയുന്നതല്ല. അപ്പൊ എത്രയോ കേസുകൾ ഈ ബിനൈൻ ട്യൂമർ നമുക്ക് സൈസ് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് ആ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് വിശപ്പും രുചിയും ദഹനവും മലശോധനയൊക്കെ കൃത്യമാക്കിക്കൊണ്ട് അയാളുടെ എനർജിയൊക്കെ ലെവലൊക്കെ കൃത്യമാക്കിക്കൊണ്ട് അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പൊ നമ്മളെല്ലാവരും ബോധവാന്മാരാകേണ്ട കാര്യം, നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ലിവർ രോഗങ്ങൾ മറ്റ് പല രോഗങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഈസിയാണ് ചികിത്സിക്കാൻ, പ്രൊവൈഡഡ് നമ്മൾ കുറച്ച് വെൽ എക്യുപ്ഡ് ആവണം. അതായത് നല്ല ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ ധാരാളം വായിച്ച് മനസ്സിലാക്കണം. ഇനിയിപ്പോ ഒരു പുസ്തകം ഇറങ്ങി എന്നൊക്കെ പറയുന്നത്, ഞാൻ കണ്ടില്ല പുസ്തകം, പക്ഷെ ഞാൻ ആ ദേവിദാസിനെയൊക്കെ എനിക്കറിയാം, ഷൈജു ഡോക്ടറെയൊക്കെ എനിക്കറിയാം. അപ്പം നല്ലൊരു വർക്കായിരിക്കും ഇത്. അതുമൊക്കെ വായിച്ച് പഠിച്ച് ഇപ്പൊ ജൂനിയർ ഡോക്ടർമാരുടെ എൻ്റെ ഒരു ഉപദേശം വെച്ചാൽ, നമ്മൾ ഒട്ടും രണ്ടാം സ്ഥാനക്കാരല്ല, നമ്മൾ ഒന്നാം സ്ഥാനക്കാരാ. പലപ്പോഴും നമ്മൾ എവിടെ പോയാലും നമ്മൾ ഒന്നാം സ്ഥാനക്കാരാ. നമുക്കിതിനെ മാനേജ് ചെയ്യാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട്, ഞാനിത് ഉദ്ഘാടന ക്ലാസ് ആണല്ലോ, ഇനി എന്തെങ്കിലും എന്നെ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ്, ഇപ്പൊ കാമലയുടെ ചികിത്സ എങ്ങനെയാണ്, അല്ലെങ്കിൽ സിറോസിസിൽ വരുന്ന സാറിന് എന്താ ചെയ്യണേ, അല്ലെങ്കിൽ ഒരു കേസ് അസൈറ്റിസിലേക്ക് എത്തി, ഇനി സാറിന് എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എല്ലാത്തിനും പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ ഇന്നിപ്പോ ഞാനത് ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഏതെങ്കിലും അവസരത്തിൽ എൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവൈലബിൾ ആണ്. AME ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയേറെ വിലയുണ്ട്. ഇത് ആയുർവേദ സമൂഹത്തെ ഒന്നാകെ ഉണർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരിക്കും പറഞ്ഞാല് കേരളത്തിന്റെ മനസ്സിൽ ഈ ലിവർ രോഗങ്ങൾക്ക്, കരൾ രോഗങ്ങൾക്ക് വ്യക്തമായ ചികിത്സയുണ്ട്, ഞങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്യാൻ കഴിയും എന്ന് ഉറക്ക വിളിച്ചു പറയാൻ ഓരോ ആയുർവേദ ഡോക്ടർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ എളിയ ഈ പ്രസംഗം ക്ലാസ് ഞാൻ നിർത്തുകയാണ്. ഏതവസരത്തിൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ ഇതിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് എനിക്ക് തരുകയാണെങ്കിൽ ഞാൻ അതിൽ ഡെപ്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഇന്ന് ഞാൻ ടോട്ടലി ഒന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാന തത്വം, അഗ്നി ബലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആമപാചനമായ ചികിത്സ ആദ്യം തുടങ്ങിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു കാലത്തും ഇതിനകത്തൊരു തോൽവി സംഭവിക്കുകയില്ല. ഏതായാലും ക്ഷമയോടെ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി സാറേ. എങ്ങനെയാ നന്ദി പറയണ്ടേന്ന് അറിയില്ല. വളരെ മനോഹരമായിട്ട് എഴുത്ത് രോഗങ്ങളിൽ നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു നല്ല ഇൻട്രൊഡക്ഷൻ ആണ് സാർ തന്നത്. തീർച്ചയായിട്ടും സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ സാറിന്റെ വാക്കുകൾക്ക് ഞങ്ങൾ ഇനിയും കാതോർക്കും. ഇനിയും ഈ ലിവർ കരൾ രോഗ ചികിത്സയിലെ നമ്മുടെ എല്ലാ സാധ്യതകൾക്കും സാറിന്റെ സാറ് പകർന്നു തരുന്ന വെളിച്ചം ഉണ്ടാകണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ അടുത്തത് നമ്മുടെ ഫാക്കൽറ്റി ഷൈജു ഡോക്ടറാണ്. ഡോക്ടറുടെ ക്ലാസ്സിന് മുമ്പായിട്ട് നമ്മുടെ മോഡറേറ്ററെ പ്രിയപ്പെട്ട വിനോദ് സാറിനെ രണ്ടു വാക്ക് പറയുന്നതിനും ബാക്കി സെഷൻ നിയന്ത്രിക്കുന്നതിനുമായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടറെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. പ്രത്യേകിച്ചും നമ്പൂതിരി സാറ് വലിയൊരു വെളിച്ചമാണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരില് നമ്മള് ഏറ്റവും പുതിയ തലമുറയോട് സംവദിക്കണം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ പരിപാടി വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പൊ നമ്പൂതിരി സാറിന്റെ പോലുള്ള ക്ലാസ്സുകൾ ഒരു തലമുറയ്ക്ക് മുഴുവൻ ഊർജം നൽകിയ ക്ലാസ്സുകളാണ്. അപ്പൊ അതിന്റെ ഒരു
സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഇനിയും തുടർ ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള സാധ്യതകൾ ഒരുപാട് തുറന്നിട്ടിട്ടാണ് സാറിന്റെ പ്രസന്റേഷൻ അവസാനിപ്പിച്ചത്. അതിലൊരു കാര്യം വളരെ പ്രധാനമാണ്, മരുന്ന് കൃത്യമായിട്ട് ഉപയോഗിക്കുക. സാറ് നേരത്തെ പറഞ്ഞല്ലോ, അരിഷ്ടം ഉപയോഗിക്കുന്നതല്ല കുഴപ്പം, അരിഷ്ടം നിരന്തരമായിട്ട് ഉപയോഗിക്കാൻ ആരും ആരോടും പറഞ്ഞിട്ടില്ല. പറയാതെ അരിഷ്ടം ഉപയോഗിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനുള്ള പഴി കേൾക്കേണ്ടി വരുന്നത് നമ്മളാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പാഴ പോലുള്ള സിനിമകളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാണ് അതിന്റെ ഉത്തരം വളരെ കൃത്യമായിട്ട് സാറിന്റെ സെഷനിൽ നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സമയം വൈകിയതുകൊണ്ട് കൂടുതൽ മോഡറേറ്ററുടെ ഒരു സ്പീച്ചിലേക്ക് പോകുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചിട്ട് ഡോക്ടർ ഷൈജുവിനെ നമുക്ക് പ്രസന്റേഷനിലേക്ക് വിളിക്കാം. ഒന്ന്, രണ്ടുപേരും പറഞ്ഞതാണ്, നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ പാറ്റേണിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാർഡിയാക് റിസ്ക് എന്ന് പറയുന്ന ഒരു നില വിട്ടിട്ട് നമുക്കൊരു ലിവർ റിസ്കിലേക്ക്, അതായത് ഒരു ഹെപ്പറ്റോ റീനൽ പാത്വേയിലേക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച പ്രത്യേകിച്ചും കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ലിവർ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ആയുർവേദം കൂടി, ആയുർവേദത്തിന് അതിന്റെ നമ്മളിനി ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പുസ്തകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറയുന്നത് ലിവർ ഹെൽത്തിൽ ആയുർവേദത്തിന്റെ ട്രഡീഷനാണ്. ആയുർവേദത്തിന്റെ ട്രഡീഷൻ മാത്രമല്ല, അതിന്റെ എവിഡൻസും അതിന്റെ സേഫ്റ്റിയും കൂടിയാണ്. അപ്പൊ ലിവർ ഹെൽത്ത്, ആയുർവേദ, ട്രഡീഷൻ, എവിഡൻസ് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് ഡോക്ടർ ഷൈജുവും ഡോക്ടർ ദേവികൃഷ്ണൻ ഇവിടെ സന്നിഹിതനാണ്. പറ്റുമെങ്കിൽ ഡോക്ടർ ദേവികൃഷ്ണൻ ഒന്ന് വീഡിയോയിൽ പ്രത്യക്ഷമാകണം എന്ന് അപേക്ഷിക്കുക കൂടി ചെയ്യുന്നു. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതില് പിന്നെ ഡോക്ടർ ഷൈജു ആണ് ഇന്ന് നമുക്ക് ഈ ലിവർ ഹെൽത്തിന്റെ അങ്ങേ അറ്റം, അതായത് ഇപ്പോ നമ്പൂതിരി സാർ പരിചയപ്പെടുത്തിയ സാറിന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ ഇൻസൈറ്റ്സ്, അതുപോലെ പ്രത്യേകിച്ചും വാഗ്ഭടൻ മുതൽ അല്ലെങ്കിൽ ചരകൻ മുതൽ ഇങ്ങോട്ടുള്ള ആചാര്യന്മാരിൽ നിന്ന് സാർ ഉൾക്കൊണ്ട പാഠങ്ങളാണ് സാർ നമുക്കിന്ന് പറഞ്ഞു തന്നത്. നേരെ മറിച്ച് ഷൈജു വ്യാപരിക്കുന്ന ഒരു മേഖല കുറച്ചും കൂടി വേറൊരു മേഖലയാണ്. അത് ഡോക്ടർ ഷൈജു ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം BAMS കോട്ടക്കൽ നിന്ന് പൂർത്തീകരിക്കുകയും കായചികിത്സയിൽ MD കഴിഞ്ഞതിന് ശേഷം PhD ലെവലിലേക്ക് പോകുമ്പോഴേക്കും മോഡേൺ പിന്നെ ഒരു മോളിക്കുലർ ജെനറ്റിക്സിന്റെ ഒരു തലത്തിലേക്ക് പോയിട്ട് ആയുർവേദത്തിനെ ഏറ്റവും മോഡേൺ നോളജിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം PhD കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അത് ഈ പറയുന്ന പോലെ ട്രഡീഷനിൽ നിന്ന് നേരെ വന്നിട്ട് അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന സയൻസിന്റെ ഡൊമൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഡോക്ടർ ഷൈജു. ആന്റി ക്യാൻസർ എഫക്ട്സ് ഓഫ് ക്ലാസിക്കൽ ആയുർവേദിക് ഫോർമുലേഷൻസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ PhD തീസിസ്. അത് ഈ ആയുർവേദിക് ഫോർമുലേഷന്റെ ഇത്തരത്തിലുള്ള മോളിക്കുലർ ജെനറ്റിക്സ് വെച്ചിട്ട് ആയുർവേദത്തെ പഠിച്ച ഏറ്റവും ആദ്യത്തെ PhD തീസിസ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് വയനാടുള്ള കെ വാസു വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അവിടുന്ന് കൂടി വെച്ചിട്ടാണ് അദ്ദേഹം PhD കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബ്രിഡ്ജ്, ഷൈജു ശരിക്കും ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രഡീഷൻ, അതായത് നമ്പൂതിരി സാറിനെ പോലുള്ള ആൾക്കാർ റെപ്രസെന്റ് ചെയ്യുന്ന അങ്ങേയറ്റത്തെ പവർഫുൾ ആയിരിക്കുന്ന ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ട്രഡീഷനെ പുതിയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള രീതിയിലേക്ക് പഠനങ്ങൾ കൊണ്ടുപോയ ഒരാളാണ് ഡോക്ടർ ഷൈജു. അദ്ദേഹത്തിന് വളരെ വിശാലമായിരിക്കുന്ന ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. ISM ഡിപ്പാർട്ട്മെന്റിലെ SMO എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കോഴിക്കോട് ഭാഗത്ത് വളരെ കാതലായ സംഭാവനകൾ ആയുർവേദത്തിന്റെ പ്രാക്ടീസ് രംഗത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബഹുമാന്യനായ ഡോക്ടറാണ്. പിന്നെ ഡോക്ടർ ദേവികൃഷ്ണൻ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ പബ്ലിക്കേഷൻ ഡിവിഷനിലെ ഡെപ്യൂട്ടി ചീഫ് എഡിറ്റർ കൂടിയാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനും കൂടിയാണ്. ആയുർവേദ മേഖല മാത്രമല്ല, അല്ലാത്ത സാഹിത്യ മേഖലയിൽ കൂടി കൈവച്ചിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ദേവികൃഷ്ണൻ. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ആയുർവേദ ട്രഡീഷനെ മോഡേൺ നോളജുമായിട്ട് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, പ്രത്യേകിച്ചും ലിവർ ഹെൽത്തിൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്, അതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് എക്സാമ്പിൾസ്, നമ്മുടെ നേരത്തെ സാറ് പറഞ്ഞ പോലെ കാമല മുതൽ അങ്ങോട്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്ന രോഗങ്ങളെ ആധുനികമായിട്ട് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതിനെ കുറിച്ച്, അതുപോലെ സയന്റിഫിക് ആയിരിക്കുന്ന എവിഡൻസ് എത്രത്തോളം നമുക്ക് പബ്ലിഷ്ഡ് പേപ്പേഴ്സ് ഉണ്ട്, അതിന് എവിഡൻസ് എത്രത്തോളം നമുക്ക് അവൈലബിൾ ആണെന്നതിനെ കുറിച്ച്, ആയുർവേദ മേഖലയിലെ കരളിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്താണ്, അതെന്തുകൊണ്ട് വരുന്നു, എങ്ങനെയാണ് നമ്മൾ അത് പരിഹരിക്കേണ്ടതെന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ ഈ ലിവർ ഹെൽത്തിൽ ആയുർവേദത്തിൽ എന്തൊക്കെ തരം ഗ്യാപ്പുകളാണ് ഉള്ളത്, നമുക്ക് പരിഹരിക്കേണ്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. അങ്ങനെ ട്രഡീഷനിൽ തുടങ്ങിയിട്ട് ഏറ്റവും കണ്ടംപററി ആയിരിക്കുന്ന നോളജ് വരെ
എത്തി നിൽക്കുന്ന ഒരു വലിയ പുസ്തകമാണ്. ഈ ചെറിയ പുസ്തകത്തിൽ തുടങ്ങിയിട്ട് അത് എഴുതി വന്നപ്പോഴേക്കും വലുതായി മാറുകയും ഏതാണ്ട് ഒരു കോംപ്രിഹെൻസീവ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാവുന്ന തരത്തിലേക്ക് വലുതാവുകയും ചെയ്തൊരു പുസ്തകമാണ് അവർ രണ്ടുപേരും കൂടി ചേർന്ന് എഴുതിയിട്ടുള്ളത്. അതിന് മുന്നിട്ടിറങ്ങിയ AMI പ്രത്യേകിച്ചും സംസ്ഥാന 47ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടകര്, ഇതിന് എഴുതാൻ മുന്നോട്ട് വന്ന ഡോക്ടർ ഷൈജു, ഡോക്ടർ ദേവികൃഷ്ണൻ എന്നിവരെ വളരെ ഹാർദമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഡോക്ടർ ഷൈജുവിനെ ഈ പ്രസന്റേഷന് വേണ്ടി ക്ഷണിക്കുന്നു. ലിവർ ഹെൽത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം ഒരു ചർച്ചകൾക്ക് വേണ്ടി കൂടി നീട്ടിവെക്കാം. സമയം വൈകിയെന്ന് അറിയാം, എങ്കിലും നമുക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ കുറച്ച് സമയം അതിനു വേണ്ടി ചെലവഴിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും കഴിയുന്നത് വരെയും ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ ഷൈജുവിനെ ക്ഷണിക്കുകയാണ്. ഹലോ, കേൾക്കാം. എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടോ? എന്തോ ഒരു കാര്യം. കുഴപ്പമില്ല, സംസാരിച്ചു. ആരാധനായ എൻ്റെ അധ്യാപകൻ നമ്പൂരി സാർ, ബഹുമാനപ്പെട്ട രജിസ്ട്രാർ ഗോകുമാർ സാർ, പ്രിയ സുഹൃത്ത് വിനോദ് കുമാർ സാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന AMIയുടെ സാരഥികളെ, പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായി AMI ഇങ്ങനെയൊരു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു ദൗത്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നോടും ദേവികൃഷ്ണനോ ഡോക്ടറോടും ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ ഇത് ഏറ്റെടുക്കുന്നതിൽ ഇത് വലിയൊരു സബ്ജക്റ്റ് ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്നാലും വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് ഇത് ചെയ്യണം എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇത് ഏറ്റെടുത്തത്. ഒന്നാമതായിട്ട് അതിന്റെ കാരണം ഇന്ന് വർദ്ധിച്ചു വരുന്ന കരൾ രോഗങ്ങളാണ്. നമ്മുടെ ദൈനംദിന പ്രാക്ടീസിൽ അത് പലപ്പോഴും പ്രത്യക്ഷമായിട്ട് അത് കരൾ രോഗമാണ്, ഡയഗ്നോസ് ചെയ്യപ്പെട്ടുകൊണ്ട് ഒരു രോഗി വന്നുകൊള്ളണമെന്നില്ല. പലപ്പോഴും നമ്മളുടെ അടുത്തുന്ന പല രോഗികളും, ഉദാഹരണമായിട്ട് കാലിന്റെ നീരുമായിട്ട് വരുന്ന ഒരു രോഗി അത് പരിശോധിച്ചു വന്നപ്പോഴേ അത് ലിവർ ഡിസീസ് കൊണ്ടുള്ളതായിരുന്നു. അല്ലെങ്കിൽ അത് പലപ്പോഴും വയറിന് വല്ലപ്പോഴും വല്ലാതെ കാണുന്ന അസ്വസ്ഥത, അല്ലെങ്കിൽ അതൊരു ഫ്ലാറ്റുലൻസ്, ഒരു ഗ്യാസിന്റെ അസുഖം എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും പല രോഗികളും ആയുർവേദ ഡോക്ടറെ സമീപിക്കുന്നത്. പരിശോധിച്ചു വരുമ്പോൾ അത് ഫാറ്റി ലിവർ ഡിസീസ് കൊണ്ടുള്ളതായിരുന്നു. അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം മൂലമുള്ള രോഗി പലപ്പോഴും വരുന്നത് എനിക്ക് മഞ്ഞപ്പിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിക്കൊള്ളണമെന്നില്ല. അത് പലപ്പോഴും രോഗി വരുന്നത് കലശലായ ക്ഷീണം, ഓക്കാനം എന്നുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. അപ്പോൾ പരിശോധിക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് അത് മഞ്ഞപ്പിത്തം എന്ന് കാണുന്നത്. ഇത് കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ധാരാളം രോഗികൾ ആയുർവേദ ഡോക്ടർമാരെ സമീപിക്കുന്നുണ്ട്, നമ്മൾ ഇപ്പോഴും സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഉത്തരവാദിത്വം അത് യഥാസമയം കൃത്യമായിട്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ധാരാളം രോഗികൾ വരുന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം, വർക്ക് ഉത്തരവാദിത്തോടു കൂടി ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എൻ്റെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ എനിക്ക്. ഷെയറിംഗ് ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ സൈഡ് ഇല്ലാതെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇതുവരെ നമ്മൾക്ക് ഉണ്ടായിരുന്നത്, നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ 2000-ഓളം വർഷം നമുക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് അവകാശപ്പെടാവുന്ന നമ്മുടെ ട്രഡീഷനാണ്, ആയുർവേദത്തിന്റെ ട്രഡീഷൻ. അതില് നമ്മുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളില് ത്രിദോഷ സിദ്ധം,
സിദ്ധാന്തത്തിലും രസഗുണ വീര വിഭാഗ സിദ്ധാന്തങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള മഹാഭൂത സിദ്ധാന്തങ്ങളിലെ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും അതിൽ നിന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത തലമുറകളായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത നമ്മുടെ അനുഭവ സമ്പത്തിൽ നിന്നും അധിഷ്ഠിതമായ നമ്മുടെ പാരമ്പര്യമായിരുന്നു നമ്മുടെ കരുത്ത്. എന്നാൽ ഇന്നത്തെ ഇപ്പോൾ ഈ 19ാം നൂറ്റാണ്ടിനും 20ാം നൂറ്റാണ്ടിനും ശേഷം ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള ശാസ്ത്ര പുരോഗതി അല്ലെങ്കിൽ അത് പഠിച്ചു വന്നിട്ടുള്ള ന്യൂ ജനറേഷൻ ആളുകള് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള നമ്മുടെ സ്കിൽ മാത്രമല്ല, അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതിനാവശ്യമായ എവിഡൻസും നമ്മുടെ മെഡിസിന്റെ സേഫ്റ്റി കൂടിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മളതിനോട് പുറംതിരിഞ്ഞ് നിൽക്കരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതേ സമയത്ത് നമ്മളുടെ ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയതയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഔഷധങ്ങളുടെ ഫലപ്രാപ്തിയെ കുറിച്ചിട്ടോ നമ്മൾക്കാർക്കും യാതൊരു സംശയവുമില്ല. നമ്പൂരി സാറിനെ പോലെയുള്ളവരുടെ ഗഹനമായ അനുഭവജ്ഞാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതിൽ നിന്നും പകർന്നു കിട്ടിയിട്ടുള്ള ശിഷ്യന്മാരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ ഒക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒട്ടുമിക്ക ഡോക്ടർമാരും ഇത്തരത്തിലുള്ള പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ്. ഇത്തരത്തിലുള്ള നിരവധി ഡോക്ടർമാരെ നമുക്ക് കാണാം. പക്ഷേ ഇന്നത്തെ സമൂഹം നമ്മളോട്, ആയുർവേദ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് ഇതിനാവശ്യമായ എവിഡൻസ് ആൻഡ് സേഫ്റ്റിയാണ്. അതിന് നമുക്ക് പല ന്യായീകരണങ്ങളും ഉണ്ടായിരിക്കാം. കാരണം നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളെ കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യുന്നതിന് നിരവധി പരിമിതികളുണ്ട് എന്നൊക്കെ ഈ യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും പരമാവധി നിലവിലെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ എങ്ങനെ പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തുകൊണ്ട് അവരുടെ ഇടയിൽ നമുക്ക് പരമാവധി എങ്ങനെ ആക്സെപ്റ്റൻസ് ലഭിക്കാം, നമ്മളുടെ ആയുർവേദ ശാസ്ത്രത്തിന് ശാസ്ത്രത്തിലെ ക്രെഡിബിലിറ്റി എങ്ങനെ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം ബോധത്തെ ചിന്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഡോക്ടർ ദേവികൃഷ്ണനും ഞാനും ഈ പുസ്തകത്തിന്റെ ഉദ്യമത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഏതായാലും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വലിയ പ്രവർത്തകൻ എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അസോസിയേഷൻ ഇതിന് എല്ലാവിധ സഹകരണങ്ങളും തന്നു. ഇതിന്റെ പബ്ലിക്കേഷൻ നമ്മുടെ AMI പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പുസ്തകത്തിൽ ഞാൻ ഇതിന്റെ ലിവർ ഡിസീസിന്റെ വിശദമായ കാരണങ്ങളെ കുറിച്ചും അതിന്റെ ചികിത്സാ സമീപനങ്ങളെ കുറിച്ചൊന്നും അതിവിശദമായിട്ട് ഞാൻ ഈ ചുരുങ്ങിയ സമയത്ത് കിടക്കുന്നില്ല. കാരണം നമ്പൂരി സാറും ഗോകുമാർ സാറും ഏറെക്കുറെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കവർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഈ പുസ്തകത്തിൽ കൂടി ഇവിടെ ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഈ പുസ്തകത്തിലുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രധാനമായിട്ടും നമ്മൾ എക്വിപ്ഡ് ആയിരിക്കേണ്ട ഡയഗ്നോസ്റ്റിക് ടൂൾസിനെ കുറിച്ചിട്ടാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലിവർ ഡിസീസ് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ രോഗങ്ങളെ പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊള്ളണമെന്നില്ല. പലപ്പോഴും അത് എസിംപ്റ്റോമാറ്റിക് ആയിരിക്കാം. അതിന്റെ കാരണം നേരെ നമ്മൾ സാർ വിശദീകരിച്ചു കഴിഞ്ഞു. കാരണം എന്ന് പറയുന്നത് അതിന്റെ ലിവറിന്റെ കോശങ്ങൾ അത്രയും ആരോഗ്യവത്തായ ആ കോശങ്ങൾക്ക് പലപ്പോഴും ഈ ഇത്തരം ലക്ഷണങ്ങളെ വ്യക്തീകരിക്കാത്ത രീതിയിൽ അതിനെ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള കഴിവുണ്ട്. കാരണം ഈ 1/3 ലിവറിന്റെ ഭാഗം അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഈ ലിവറിന് അതിന്റെ പൂർവ്വ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവുണ്ട്. ആ കഴിവ് പോലും അത്രയും 1/3 പോലും ബാക്കി ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് പലപ്പോഴും ലിവർ രോഗങ്ങൾ അത്രയും അസാധ്യമായിട്ട് തീരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ പലപ്പോഴും അവിടെ അസാധ്യമാണ് ലിവർ അസുഖങ്ങൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആചാര്യ ചരകന് കുംഭകാമല അഡ്വാൻസ്ഡ് ലിവർ ഡിസീസിന്റെ പ്രത്യേകിച്ച് ചികിത്സ ഒന്നും ഇല്ല, അത് അസാധ്യമാണെന്ന് തീർത്ത് പറയാനുള്ള കാരണമാണ് ആ ഒരു ഇൻസൈറ്റ് അന്ന് തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു ആയുർവേദ ചികിത്സ എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിനെ വളരെ നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഓരോരുത്തരും ആ നിലവിലുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾസിനെ കുറിച്ച് നമ്മൾ വെൽ എക്വിപ്ഡ് ആയിരിക്കണം. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മുടെ LFT നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും കേവലം ഒരു ബിലിറൂബിൻ ലെവൽ കൂടുന്നു അല്ലെങ്കിൽ SGOT SGPT എന്നുള്ള ഒരു കൂടിയിരിക്കുന്ന ഒരു തിരിച്ചറിവ് മാത്രം പോരാ. നമ്മൾ അതിൽ നിന്നും ആ ഒരു സിംപിൾ ടെസ്റ്റിൽ നിന്നും LFTയിൽ നിന്നും നമുക്ക് ഇത് കോളിസ്റ്റാറ്റിക് ഡിസീസ് ആണോ ഹെപ്പറ്റോസെല്ലുലാർ ഡിസീസ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതെങ്ങനെയാണ്?
കാരണം SGOT SGPT വാല്യൂവിന്റെ വർധനയും മറ്റ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് DGT പോലുള്ള വർധനയും തമ്മിലുള്ള റേഷ്യോയുടെ അനുപാതം നോക്കിയിട്ട് നമുക്ക് ഇതിനെ വേർതിരിച്ചറിയാൻ സാധിക്കും. ഇനി ഈ കോളിസ്റ്റാറ്റിക് ഡിസീസ് തന്നെ ഇത് ഒരു ഇൻട്രാ ഹെപ്പാറ്റിക് കോസ് കൊണ്ടുള്ളതാണോ? ഇൻട്രാ ഹെപ്പാറ്റിക് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ലൈക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ലിവറിനെ ബാധിക്കുന്നു. ആയുർവേദത്തെ കുറിച്ചിട്ടുള്ള ഒരു ആരോപണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒന്ന് ഈ മേഖലയിൽ ഇപ്പം ഈ മേഖലയിൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ ഉയർത്തിയിട്ടുള്ള ഒരു ആരോപണമാണ് നമ്മുടെ ചിറ്റമൃതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഇൻഡ്യൂസ്ഡ് ഡിസീസ് ലിവറിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇത്തരത്തില് അത് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണെങ്കിലും ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലെയുള്ള ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാറ്റിക് ഡിസീസ് എങ്ങനെ വളരെ നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതും നമുക്ക് ഇത്തരത്തിലുള്ള ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ നിന്നും നമുക്ക് സാധിക്കും. അവിടെ സാധിക്കുന്നത് അവിടെ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആൽക്കലൈൻ ഫോസ്ഫേറ്റേസും GGT എന്ന് പറയുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഇത് രണ്ടും ഒരുപോലെ വർദ്ധിക്കുകയാണ്. അത് SGOT SGPT ലെവലിനെ അപേക്ഷിച്ചിട്ട് അതിന്റെ അനുപാതം വളരെ കൂടുതലാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാറ്റിക് ഡിസീസ് ആണ്. എന്നാൽ അവിടെ GGT വളരെ നോർമലായിരിക്കുകയും അതേസമയത്ത് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് വളരെ കൂടുതലായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് എക്സ്ട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാറ്റിക് ഡിസീസ് ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ കൺഫേം ചെയ്യാൻ സാധിക്കും? ഒരു അൾട്രാസൗണ്ട് USG എടുത്താൽ മതി. കാരണം അവിടെ USG എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡയലേറ്റഡ് വെയിൻസ് കാണുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഹെപ്പാറ്റിക് കോസ് ആണ്. കാരണം എക്സ്ട്രാ ഹെപ്പാറ്റിക് കോസിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്യൂമർ പോലെയുള്ള അസുഖങ്ങളാണ്. എന്നാൽ ഇൻട്രാ ഹെപ്പാറ്റിക് കോസിൽ അത്തരം ഡയലേറ്റഡ് വെയിൻസ് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ നിരവധി ബിലിറൂബിന്റെ പ്രൊപ്പോർഷനിൽ നിന്നും നമുക്കത് ഈ ഹീമോളിറ്റിക് ജോണ്ടീസ് ആണോ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ജോണ്ടീസ് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ അക്യൂട്ട് ലിവർ ഇഞ്ചുറി ആണോ അല്ലെങ്കിൽ ഒരു ക്രോണിക് ലിവർ ഡിസീസ് ആണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ലിവർ അവിടെ ലിവർ LFT ടെസ്റ്റ് ചെയ്തിൽ കാണുന്ന ഒരു കമ്പോണന്റ് ആയ പ്രോട്ടീനിന്റെ അളവിൽ നിന്ന് മനസ്സിലാക്കാം. അഥവാ ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ നോക്കിയിട്ട് അത് എപ്പോഴും നമ്മുടെ ആൽബുമിന്റെ അളവ് വളരെ കൂടുതലും ഗ്ലോബുലിന്റെ അളവ് വളരെ കുറവുമായിരിക്കണം. എന്നാൽ എപ്പോഴാണോ ആൽബുമിന്റെ അളവ് കുറയുകയും ഗ്ലോബുലിന്റെ അളവ് കൂടുകയും ചെയ്യുന്നത് അത് അവിടെ അതൊരു ക്രോണിക് ലിവർ ഡിസീസിനെയാണ് അവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ക്രോണിക് ലിവർ ഫെയിലിയറിലേക്ക് നമ്മുടെ ലിവർ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല ഇത്തരത്തിലുള്ള നിരവധി ടെസ്റ്റുകളുണ്ട്. ഇപ്പൊ അൾട്രാസൗണ്ട് സോണോഗ്രാഫി, CT സ്കാന്, MRI, എലാസ്റ്റോഗ്രാഫി, ഇങ്ങനെ നിരവധി ടെസ്റ്റുകൾ ഇപ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ടുണ്ട്. കൂടാതെ ഈ മേഖലയിൽ നിരവധി എമർജിങ് അഡ്വാൻസസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലിവർ ഡിസീസിന്റെ ഒരു പ്രധാനപ്പെട്ട ഡയഗ്നോസിസിന്റെ വരുന്ന ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് അതിനെ എങ്ങനെ മിനിമം ഇൻവാസീവ് ആയിട്ട് അതിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യപ്പെടാന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ ബയോപ്സി ആണ് ഈ അടുത്ത കാലം വരെ ഏറ്റവും നല്ല ഒരു ഡയഗ്നോസിസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ലിവർ ഡിസീസിന്റെ ഡയഗ്നോസിസിൽ ബയോപ്സി ഏറ്റവും ലാസ്റ്റിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ്. എന്നാൽ അതേ സമയത്ത് നോൺ ഇൻവാസീവ് ആയിട്ട് രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് നേരത്തെ തന്നെ പല ലിവർ പാത്തോളജി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫൈബ്രോസിസ് അല്ലെങ്കിൽ സിറോസിസ് സ്റ്റേജിലേക്ക് ലിവർ കടക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ചില ടെസ്റ്റ് സിമ്പിൾ സ്കോർസ് ഉണ്ട്. അതിലൊന്നാണ് FIB-4 ഇൻഡെക്സ് എന്ന് പറയും. FIB-4 ഇൻഡെക്സ് അതേപോലെ മറ്റൊന്നാണ് APRI ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് ആണ്. അതായത് SGOT SGPT റേഷ്യോ പ്ലേറ്റ്ലെറ്റുമായിട്ടുള്ള ഒരു ഇക്വേഷനിലൂടെ നമുക്ക് അതിൽ നിന്ന് അതിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ രണ്ട് ഇക്വേഷനുമാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ ഈ ഇലാസ്റ്റോഗ്രാഫി അല്ലെങ്കിൽ ഫൈബ്രോസ്കാൻ വെച്ചുകൊണ്ട് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അധികം പണച്ചെലവില്ലാത്തൊരു ടെസ്റ്റാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇത് പ്രാക്ടീസിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ നേരത്തെ ഇത്തരത്തിലുള്ള ഫൈബ്രോസിസും സിറോസിസും എല്ലാം നേരത്തെ കണ്ടുപിടിക്കുന്നത് വളരെ പ്രയോജനപ്പെടും. ഇത് കൂടാതെ ഈ മേഖലയിൽ ഇപ്പം ലിവറിന് വല്ലാതെ അത് അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്നോസിസ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് നിരവധി ടെസ്റ്റുകളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ടെസ്റ്റുകളിൽ ചിലതാണ് ക്ലിപ്സി അഥവാ ക്രോണിക് ലിവർ ഫെയിലിയർ കൺസോർഷ്യം സ്കോർ എന്ന് പറയുന്നത്, MALD സ്കോർ, GAHS അതായത് ഗ്ലാസ്ഗോ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് സ്കോർ. ഇങ്ങനെ നിരവധി
സ്കോറിംഗ് സിസ്റ്റം, പിന്നെ ലിവർ ഡിസീസിനെ ബാധിക്കുന്ന പ്രോഗ്നോസിസിനെ പ്രൊഡിക്റ്റ് ചെയ്യുന്നതിനായിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ തന്നെ ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഇതെല്ലാം നമ്മൾ ഓരോ ഡോക്ടർമാരും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ നേരത്തെ ഇത്തരത്തിലുള്ള നമ്മളെടുത്ത് വരുന്ന കാലിൽ നീരുമായിട്ട് വരുന്ന രോഗിയായാലും, വയറിന് ഗ്യാസിന്റെ പ്രശ്നമായിട്ട് വരുന്ന രോഗിയായാലും, അല്ലെങ്കിൽ മുഖത്ത് ഒരു തൊലിയിൽ വരുന്ന കളർ ചേഞ്ച് ആയാലും, ഇതിലൊക്കെ തന്നെ ലിവർ ഡിസീസിന്റെ ഒരു സ്വാധീനം ഉണ്ടോ എന്ന് വളരെ നേരത്തെ കണ്ടെത്തി രോഗനിർണയം നടത്താൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ ഡയഗ്നോസിസിൽ വരുന്ന ഒരുപാട് അഡ്വാൻസ് എന്ന് പറയുന്നത് അതായത് ഈ ജനറ്റിക് മാർക്കേഴ്സ്, ബയോ മാർക്കേഴ്സിന് നമുക്ക് ലാബ് ടെസ്റ്റിംഗിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പ്രത്യേക ലിവർ പാത്തോളജി, അണ്ടർലൈൻ പാത്തോളജി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ ചില സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്ന് പറയും, അതായത് സ്നിപ്പ് എന്നാണ് അതിന് പറയാം. അതെല്ലാം അതായത് നമ്മുടെ ജനറ്റിക് ഘടനകളുടെ ഒരു പ്രത്യേക വരുന്ന വ്യത്യാസത്തിനെയാണ് സ്നിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്നിപ്പുകളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഉള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഇപ്പം അവൈലബിൾ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കുലേറ്റിംഗ് ഫ്രീ DNA ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, മൈക്രോ RNAസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിരവധി അഡ്വാൻസസ് ഈ മേഖലയിലുണ്ട്. നമ്മൾ ആയുർവേദ ഡോക്ടർമാർ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചിട്ട് നേരത്തെ നമ്പൂതിരി വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടെ ലിവർ ഡിസീസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഒരിക്കലും അതിനെ കാമല ചികിത്സയിലേക്ക് മാത്രമായിട്ട് നമ്മൾ അതിനെ ഒതുങ്ങിപ്പോകരുത്. അല്ലെങ്കിൽ നേരത്തെ ഗോകുമാർ പറഞ്ഞതുപോലെ അതൊരു വാശാകുഴിച്ചാതി കഷായത്തിലേക്ക് മാത്രമായിട്ട് അത് ഒതുങ്ങിപ്പോകരുത്. കാരണം ഇതിനൊരു കൃത്യമായ ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡിസീസസ് ആണ് ലിവറിനെ ഇപ്പോൾ ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീ ഹീമോളജിക് ജോണ്ടീസ് ഉണ്ട്, ഗിൽബർട്ട് സിൻഡ്രോം ഉണ്ട്, അത് വലിയ വ്യാപകമായ അസുഖങ്ങളുണ്ടാക്കുന്ന രോഗം അല്ലെങ്കിൽ പോലും. പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ഫാറ്റി ലിവർ ഡിസീസസ് ഉണ്ട്, ഫൈബ്രോസിസ് ഉണ്ട്, സിറോസിസ്, ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ, ലിവർ നൊഡ്യൂൾസ്, ഹെപ്പാറ്റിക് സിസ്റ്റ്, ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാസിസ് ആയിട്ടുള്ള നിരവധി അസുഖങ്ങളുണ്ട്. ലൈക്ക് അതിനെ പിന്നെ അത്തരത്തിലുള്ള നിരവധി കണ്ടീഷൻസ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നത് ചികിത്സയിൽ വളരെയേറെ പ്രയോജനം ചെയ്യും. മാത്രമല്ല ഇവൻ ആചാര്യൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അവിടെ ശാഖാശ്രിത കാമലയുടെ ചികിത്സ എടുത്ത് നോക്കുകയാണെങ്കിൽ കുംഭകാമലയും ശാഖാശ്രിത കാമലയും എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ. കുംഭകാമലയുടെ ചികിത്സ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക തരം കുംഭകാമലയിൽ നമുക്ക് ഘൃതത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ എല്ലാ കാമലയിലും നമുക്ക് അവസ്ഥയിലും നമ്മളുടെ ഘൃതത്തെ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. അപ്പം എന്നാൽ ശാഖാശ്രിത കാമലയിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഇൻട്രാ ഹെപ്പാറ്റിക് ആൻഡ് എക്സ്ട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാസിസിനെയൊക്കെ നമുക്ക് കാണാം, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിനെ കാണാം. എന്നാൽ എല്ലാ ശാഖാശ്രിത കാമലയിലും നമ്മൾ കൈവയ്ക്കാൻ പാടില്ല. കാരണം അവിടെ ധന്വന്തരിയാം അധികാര എന്ന് പറയുന്നത് പോലെ സർജിക്കൽ ഇന്റർവെൻഷന് സാധ്യത അതുകൊണ്ട് മാത്രം മാറുന്ന ഒരു അവസ്ഥയാണ് എക്സ്ട്രാ ഹെപ്പാറ്റിക് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. അവിടെ ഒരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ അവിടെ നമുക്ക് സമയമില്ല. എന്നാൽ അതേ സമയത്ത് ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാറ്റിക് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ നമുക്ക് ഒരു മെഡിസിന് സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ കുംഭകാമലയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ശോഭത്തിന്റെയും ഉദരത്തിന്റെയും എന്തിനും മതാശയത്തിന്റെ ചികിത്സയും പോലും നമുക്ക് ഇത്തരത്തിലുള്ള ലിവർ ഡിസീസിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പിന്നെ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പഥ്യാപഥ്യങ്ങൾക്ക് വളരെയേറെ സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പാണ്ഡു ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള രോഗപ്രകരണങ്ങളിൽ കിടക്കുന്ന നിരവധി യോഗങ്ങളുണ്ട്. കഷായങ്ങള്, ചൂർണങ്ങള്, ഗുളികകള്, ഘൃതങ്ങള്, അരിഷ്ടങ്ങള്. അപ്പൊ ഇതിനെ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഇത്തരം ഔഷധങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നിലവിലുള്ള റിസർച്ച് ഇൻസൈറ്റ്സ് എന്താണ്? ഒത്തിരി ഈ മേഖലയിൽ ഒത്തിരി പ്രീ ക്ലിനിക്കൽ റിസർച്ചും ക്ലിനിക്കൽ റിസർച്ചുകളും ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവുക സിംഗിൾ ഹെർബ്സിനെ വെച്ചിട്ടായിരിക്കാം, സിംഗിൾ ഡ്രഗിലായിരിക്കാം. എന്ന് വെച്ചാല് ഫില്ലാന്തസ്, നിരവധി ചിത്രകം, ഇങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി സിംഗിൾ ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള റിസർച്ചുകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള റിസർച്ചുകളെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം.
പിന്നെ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട പലപ്പോഴും നമ്മളുടെ ഇത്തരത്തിലുള്ള ഇപ്പോ യോഗ മീറ്റിങ്ങുകളിൽ നമുക്ക് കിട്ടുന്ന അറിവുകൾ ഏറ്റവും പ്രധാനം നമ്മുടെ കേസ് സ്റ്റഡീസ് ആണ്. അപ്പൊ നമ്പൂരി സാറ് തന്നെ എന്തോരം അനുഭവങ്ങളാണ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള കേസ് സ്റ്റഡീസ് നമുക്ക് ധാരാളം ഉണ്ടായിരിക്കണം, ഡോക്യുമെന്റ് ചെയ്യണം. ഈ ഒരു പുസ്തകത്തിൽ ഏതാണ്ട് 10ഓളം കേസ് സ്റ്റഡീസ് നമ്മൾ വളരെ റിലവന്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് കാർസിനോമ ഉൾപ്പെടെയുള്ള അസുഖങ്ങളിൽ അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് സ്റ്റഡി നമ്മുടെ എക്സിഡന്റായ ഡോക്ടർ പി കെ വാര്യർ സാറിന്റെ അദ്ദേഹം ചികിത്സ ഒരു രോഗിയുടെ കേസ് സ്റ്റഡിയാണ് നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ പിന്നെ മെലീന വന്ന കേസ്, അതിൽ ഡ്രഗ് സൈഡ് എഫക്ട് വന്നിട്ട് അത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള കേസ് സ്റ്റഡീസ്, അതേപോലെ പിന്നെ കോമ്പൻസേറ്റഡ് ലിവർ സിറോസിസിൽ വന്നിട്ടുള്ള നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള കേസ് സ്റ്റഡീസ്, ഇങ്ങനെ നിരവധി കേസ് സ്റ്റഡീസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സേഫ്റ്റി, നമ്മുടെ ഡ്രഗിനെ കുറിച്ചുള്ള സേഫ്റ്റി കൺസേൺ ആണ്. അപ്പം സേഫ്റ്റി കൺസേണിനെ കുറിച്ച് പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട ടെർമിനോളജിയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന് സൈഡ് എഫക്ട്, സൈഡ് എഫക്ട്. കിടന്നാൽ കുഴപ്പമില്ല, നടന്നിട്ട് വന്ന് കിടന്നാലും പെയിൻ ഇല്ലല്ലോ, കുഴപ്പമില്ല. വിഷ്ണു ഡോക്ടർ, അപ്പം നമുക്ക് ആയുർവേദ ഡ്രഗ്സിന് സൈഡ് എഫക്ട് ഉണ്ടോ, ആയുർവേദ ഡ്രഗ്സിന് ടോക്സിസിറ്റി ഉണ്ടോ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ എന്താണ് സൈഡ് എഫക്ട്, എന്താണ് ടോക്സിസിറ്റി. കൃത്യമായിട്ട് പറഞ്ഞാല് ഇപ്പൊ നമുക്കൊരു ഡ്രഗ് ഒരു കൃത്യമായ ഡോസില് കൃത്യമായ കാലയളവിലേക്ക് അങ്ങനെ കൊടുത്താൽ പോലും ഉണ്ടാകുന്ന എഫക്റ്റും അതോടൊപ്പം പ്രഡിക്റ്റബിൾ ആയിട്ട് ഉണ്ടായേക്കാവുന്ന പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മറ്റൊരു അൺവാണ്ടഡ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള എഫക്ട്, അതിനെയാണ് അതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുന്നത്. അതായത് ഒരു നിശ്ചിതമായ ഡോസില് നിശ്ചിതമായ കാലയളവിലേക്ക് കൊടുക്കുന്നത് ഉണ്ടാകുന്ന എഫക്ട്, എന്നാൽ ആ എഫക്റ്റിനോടൊപ്പം വരുന്ന അൺവാണ്ടഡ് എഫക്ട്, അതൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, അതിനാണ് സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ആയുർവേദത്തിൽ താരതമ്യം ഇല്ല. ഇപ്പം പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ അരിഷ്ടം കുടിച്ചിട്ട് സൈഡ് എഫക്റ്റ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഈ സൈഡ് എഫക്ട് എന്ന ഡെഫിനിഷൻ അത് വരുന്നില്ല. ഓക്കെ, ടോക്സിസിറ്റി എന്ന് പറയുന്നത് നിശ്ചിതമായ ഈ പറഞ്ഞ ഡോസിലല്ലാതെയോ നിശ്ചിതമായ കാലത്തേക്കല്ലാതെയോ കഴിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ മെറ്റബോളൈസ് ചെയ്യപ്പെടാത്തത് കൊണ്ട്, അതുമല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ മെറ്റബോളൈസ് ചെയ്യപ്പെട്ടിട്ട് അതിന്റെ മെറ്റബോളൈസ് ശരീരത്തിൽ നിന്നും പുറത്തു പോകാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അഡ്വേഴ്സ് എഫക്റ്റിനെയാണ് നമ്മൾ അതിന്റെ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ഇനിയിപ്പോ ചിലപ്പോൾ ചില പ്രത്യേക ഔഷധങ്ങൾക്ക് ചില പ്രത്യേക അവയവങ്ങളോട് അഡ്വേഴ്സ് എഫക്ട് ടോക്സിസിറ്റി ഉണ്ടാവാം. ജെൻഡാമൈസിൻ ഉണ്ടാവുന്ന ചില എഫക്ട് അങ്ങനെ ആണെങ്കിൽ കിഡ്നിയോട് ചില പ്രത്യേക അവയവങ്ങളോട് ടോക്സിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള എഫക്റ്റുകളും നമുക്ക് സാധാരണഗതിയിൽ ഇല്ല. കാരണം അത് ഉണ്ടാക്കാത്തതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചികിത്സയിൽ പരിഗണിക്കുന്ന നിരവധി കാരണങ്ങളുണ്ട്. നമ്മുടെ അവിടെ പ്രകൃതി, രോഗിയുടെ പ്രകൃതി, രോഗത്തിന്റെ അവസ്ഥ, അഗ്നിബലം, പിന്നെ ദേശം, കാലം, നിരവധി ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, ഇങ്ങനെ നിരവധി ഫാക്ടറുകളെ പരിഗണിച്ചുകൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അതും പ്രധാനമാണ്. അത് പലപ്പോഴും ഒരു ഒറ്റ സിംഗിൾ ഡ്രഗ് അല്ല. പലപ്പോഴും നമ്മുടെ ഔഷധങ്ങൾ എന്ന് പറയുന്നത് കോമ്പിനേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് കണ്ടംപററി മെഡിസിനിലെ അതിന്റെ പ്രവർത്തന രീതി പോലെ അല്ല ഇവിടെ ഉള്ളത്. അതൊരു സിംഗിൾ റിസപ്റ്റർ ടാർഗറ്റഡ് ആണെങ്കിൽ നമ്മളുടേത് ഒരു മൾട്ടി റിസപ്റ്റർ ടാർഗറ്റഡ് ആൻഡ് മൾട്ടി ഓറിയന്റഡ് പാത്വേസ് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കാണ് നമ്മുടെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മാത്രമല്ല പലപ്പോഴും നമ്മളുടെ ഡ്രഗ് എന്ന് പറയുന്നത് അത് ഹൈഡ്രോഫിലിക് ആണെന്ന് നമ്മൾ പറയാം. അത് ഹിപ്പോഫിലിക് ആയിട്ടുള്ളതിൽ പലപ്പോഴും അവിടെ ലിവറിന് കൂടുതൽ അവിടെ ഫസ്റ്റ് പാസ് എഫക്ട് എന്ന് പറയുന്ന ലിവറിന് ലോഡ് വരാനുള്ള അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആയുർവേദ മരുന്നുകളിലും നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഔഷധങ്ങൾ ഉണ്ട്. അത്തരത്തിലുള്ള നിരവധി ഔഷധങ്ങളെ ആചാര്യൻ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം അല്ലെ.
അതായത് എരുക്ക്, ഉമ്മം, അതിവിടയം, വത്സനാദി, ഭല്ലാതകം, രസം, ഗന്ധകം, ഇങ്ങനെ നിരവധി അസുഖങ്ങളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആധുനിക കാലഘട്ടത്തിൽ അതിനെ ഷെഡ്യൂൾഡ് E1 ഡ്രഗ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പ്രസന്റ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ഗവൺമെന്റ് റെഗുലേഷൻസ് ഉണ്ട്. അതിന് ഉപയോഗിക്കുന്നതിന് ലാബിനും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുകയും നമ്മളുടെ ഈ മേഖലയിൽ ഇതെല്ലാം പ്രാവർത്തികമാവുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ റിസർച്ച്. നമ്മുടെ ആയുർവേദ മേഖലയിൽ നിരവധി റിസർച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പലപ്പോഴും അത് റിസർച്ച് നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ശരിയായ രീതിയിൽ അത് ഡോക്ടർമാരുടെ ഇടയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് നമ്മളൊരു സ്വയം വിമർശനമായിട്ട് എടുക്കണം. മറ്റൊന്ന്, നമ്മൾ റിസർച്ച് എന്ന് പറയുമ്പോൾ അതിനൊരു പിരമിഡ് നമുക്ക് സങ്കല്പിക്കാം. അതായത് ട്രയാങ്കിൾ അല്ലെങ്കിൽ പിരമിഡ്, അതാണ് അതിന്റെ സ്ട്രെങ്ത് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. പലപ്പോഴും ആ റിസർച്ചിന്റെ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന റിസർച്ചുകളാണ് ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ നമ്മുടെ മേഖലയിൽ കൂടുതൽ നടക്കുന്നത്. എന്ന് വെച്ചാൽ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് തന്നെയാണ്. ആ കേസ് സ്റ്റഡി എല്ലാം അതിന്റെ വളരെ ഗ്രൗണ്ട് ലെവലിലുള്ളതാണ്. അതിന്റെ മുകളിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കൊഹോർട്ട് സ്റ്റഡികളും അല്ലെങ്കിൽ സ്റ്റഡികളും എല്ലാം വരുന്നത്, റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റാറ്റിറ്റി സ്റ്റഡി എല്ലാം വരുന്നത് അതിന്റെ മുകളിലേക്ക് വരുമ്പോഴാണ്. അതിലൊക്കെ വളരെ മുകളിൽ നടക്കേണ്ടതാണ് സിസ്റ്റമാറ്റിക് റിവ്യൂസും മെറ്റാ അനാലിസിസ് പോലെയുള്ള റിസർച്ചുകളും. അത്തരത്തിലുള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ നമ്മുടെ മേഖലയിൽ നടക്കുന്നത് കൂടുതലും നമ്മുടെ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ആണ് നമ്മൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ ഏനിമൽ സ്റ്റഡീസ് ആണ് തിരിച്ചറിയണം. അപ്പൊ അതിന് ഒരു സാമ്പിൾ സൈസ് എല്ലാം വളരെ കൂടുതലുള്ള ഒരു സ്റ്റഡി ആയിട്ട് നമ്മൾ അതിനെ റിസർച്ച് മേഖലയിൽ നിന്ന് ഒരുപാട് മാറ്റേണ്ടതുണ്ട്. എന്റെ റിസർച്ച് എന്ന് പറയുന്നത് റിസർച്ചിന് ഉദ്ദേശിക്കുന്ന മെത്തഡോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കണം. വല്ലാതക ക്ഷീരഭാഗത്തിന്റെയും ഗുളൂജി ഘനവടിയിലെയും ക്യാൻസറിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന് പാത്വേ അനാലിസിസ് വഴിയാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. ഏതൊക്കെ പാത്വേ ആണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഓൺ ആവുന്നത്, ഓഫ് ആവുന്നത് എന്നാണ് സ്റ്റഡി ചെയ്യേണ്ടത്. അതിന് അത്തരം സ്റ്റഡി നടത്തണമെങ്കിൽ ഇന്ന് നമുക്ക് മോളിക്കുലാർ സ്റ്റഡിയിലൂടെ അത് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തഡാണ് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റഡിയിൽ അത്തരത്തിലുള്ള നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഹ്യൂമണിൽ ചെയ്യുമ്പോഴാൽ മാത്രമേ അത് ആ റിസർച്ചിന് ഒരു കണ്ടിന്യൂറ്റി വരുന്നുള്ളൂ. അപ്പൊ ഇത്തരത്തില് നമ്മുടെ റിസർച്ചുകൾക്ക് ഒരു കണ്ടിന്യൂറ്റി വേണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമയത്ത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ മേഖലയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനുള്ള എല്ലാ വിവരങ്ങളും ഞാനും ഡോക്ടർ ദേവികൃഷ്ണനും ചേർന്ന് എഴുതിയിട്ടുള്ള ഈ ആയുർവേദ ആൻഡ് ലിവർ ഹെൽത്ത് ട്രഡീഷൻ, എവിഡൻസ്, സേഫ്റ്റി ഈ ബുക്കിൽ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ബുക്ക് വളരെ എല്ലാ ഡോക്ടർമാരിലും എത്തിപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് AMAI വളരെ റീസണബിൾ ആയിട്ട് ഒരു റേറ്റില് പ്രീ ലോഞ്ചിങ് ഓഫർ ആയിട്ടും കൂടി ഇപ്പൊ ഇത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സംസ്ഥാന സമ്മേളനം വരെ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാ ബഹുമാനപ്പെട്ട ഡോക്ടർമാരും വിദ്യാർത്ഥികളും AMAIയുടെ നൽകുന്ന ഈ സേവനം ഉപയോഗപ്പെടുത്തണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയനാട് ജില്ലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള AMAIയുടെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക ഭാരവാഹിയോ ബന്ധപ്പെടാവുന്നതാണ്. ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതായാലും ഞങ്ങളെ ഈ ഉദ്യമം കേൾപ്പിച്ച ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യക്കും അതേപോലെ ഇന്ന് ഈ ഇങ്ങനെ ഒരു വേദിയിൽ ഇത് പ്രസന്റ് ചെയ്യുന്നതിന് അവസരം തന്ന എല്ലാവരോടും വിനോദ് കുമാർ സാറിനോടും ഡോക്ടർ എബിയോടും എല്ലാവരോടും ഞങ്ങളുടെ ഡോക്ടർ ദേവിയുടെയും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ ഷൈജു. നമുക്ക് സമയം ഒരുപാട് വൈകിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ദൂരീകരിക്കേണ്ടുന്ന സംശയങ്ങൾ ആർക്കെങ്കിലും ഉന്നയിക്കാനുണ്ടെങ്കിൽ ഉന്നയിക്കുകയും, എനിക്ക് തോന്നുന്നത് ഡോക്ടർ ദേവികൃഷ്ണൻ ഇവിടെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ രണ്ടുപേരും ചേർന്ന് അതിന് മറുപടി പറയുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ചോദ്യങ്ങൾ ചാറ്റ് ബോക്സിലിടാം, അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കുകയും ചെയ്യാം. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, അവസാനം പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടാണെന്ന് തോന്നുന്നു. നമ്മള് ആയുർവേദ മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളതില് ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ്, അതിന് സംശയമില്ല. പക്ഷെ ഈ ആത്മവിശ്വാസം നമുക്ക് ഉണ്ടെന്നുള്ളതും അതിനുള്ള എവിഡൻസും നമുക്ക് പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള സ്റ്റഡീസ് ഉണ്ടായിരുന്നേ പറ്റുള്ളൂ.
അത് നമുക്ക് അത് ഈ ലോകത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഷയിൽ മാത്രം സംസാരിച്ചാൽ ചിലപ്പോൾ അത് വേണ്ടതുപോലെ ആയിക്കൊള്ളണം എന്നില്ല. ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കെതിരെ വരുന്ന അലിഗേഷൻസിന് അപ്പപ്പോൾ മറുപടി പറയുക എന്നുള്ളത് രണ്ട് ശാസ്ത്രങ്ങളായതുകൊണ്ട് നമ്മുടെ ശാസ്ത്രം വേറെ ശാസ്ത്രം തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ സംസാരിച്ചാൽ അവരോട് നമുക്ക് തർക്കിച്ച് ജയിക്കുക എന്നുള്ളത് ഇവിടെ പലപ്പോഴും നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടി വരിക മിക്കവാറും നമ്മുടെ എവിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. അത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക, ഭാവിയിൽ അത് മറുപടിയായിട്ട് മാറിക്കോളും. അല്ലാതെ അപ്പപ്പോ നമ്മൾ മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ഭാഷയിൽ നമുക്കിത് സംസാരിച്ച് തർക്കിച്ച് ജയിക്കുന്നത് ഒരു ശാസ്ത്രത്തിന്റെ വിജയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അത് മറുപടിയായിട്ട് മാറുകയുമാണ് വേണ്ടത്. അല്ലാതെ അപ്പപ്പോൾ മറുപടി പറയുക എന്നുള്ളതായിരിക്കില്ല. അതുകൊണ്ടാണ് ഈ പുസ്തകമൊക്കെ വളരെ പ്രധാനമായിട്ട് മാറുന്നത്. നമ്മുടെ രീതിയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പല സ്ഥലത്തായിട്ട് പറഞ്ഞു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഡോക്ടർ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലേക്ക് എടുക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? എന്തെങ്കിലും പെട്ടെന്ന്, കാരണം നമുക്ക് കൂടുതൽ സംസാരിച്ചു പോകാനുള്ളൊരു സമയമില്ല. എന്തെങ്കിലും കൂടുതൽ പുസ്തകം വായിക്കുകയും ആ പുസ്തകം എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അത് ഷൈജു ഡോക്ടർ അല്ല പറയേണ്ടത്, നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അവർ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു അവസരം നമ്മൾ പരമാവധി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഡോക്ടർ ദേവീകൃഷ്ണൻ രണ്ടു വാക്ക് സംസാരിക്കുന്നോ? പറയാം. കേൾക്കുന്നുണ്ടോ? നമുക്ക് സമയം അധികം ഇല്ല. സംസാരിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇത്തരത്തിലൊരു പുസ്തകം AMA ഏറ്റെടുത്ത് ചെയ്തതിന് വളരെ സന്തോഷമുണ്ട്. AMA ആയിട്ട് പഠനകാലം മുതൽ തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഈ പൊതുരംഗത്ത് ഈ അനാവശ്യമായ വിവാദങ്ങൾക്ക് അപ്പോൾ കൊടുക്കുന്ന മറുപടി അല്ലാതെ കൃത്യമായി ഓതന്റിക്കായി ചെയ്യുന്ന ചില പുസ്തകങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുവേണ്ടി ഞാൻ തന്നെ 2 പുസ്തകങ്ങൾ, ആരോഗ്യത്തിന് ആയുർവേദം, അതിജീവനത്തിന് ആയുർവേദം എന്ന് പറഞ്ഞ 2 പുസ്തകങ്ങൾ ഞാൻ ഈയിടെ പുറത്തിറക്കുകയുണ്ടായി. പിന്നെ നിരന്തരം ഇത്തരത്തിലുള്ള ലേഖനങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ മിക്കവാറും വരുന്നത് അമ്മോയുടെ പ്രസിദ്ധീകരണമായ ഔഷധത്തിലാണ്. പാർശ്വഫലങ്ങളെ കുറിച്ച് ഒരു ലേഖനമാണ് ഇപ്പൊ അടുത്ത് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ നമ്മൾ എപ്പോഴും ആയുർവേദത്തിലുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ വിവാദങ്ങളോട് അപ്പോൾ മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. AMA ഇത് ഏറ്റെടുത്ത് വളരെ നല്ലൊരു സന്ദർഭത്തിലാണ്. ലിവർ കെയർ ആയുർവേദത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഗവേഷണ അടിസ്ഥാനത്തിലും ചികിത്സാ അടിസ്ഥാനത്തിലും ഉള്ള നിരവധി കാര്യങ്ങൾ, ഏകദേശം ഒരു 100-ൽ പരം റെഫറൻസുകൾ ഇതിലുണ്ട്. ആദരണീയനായ ഡോക്ടർ PK വാര്യർ സാറുടെ 2 ചികിത്സാനുഭവങ്ങൾ അതിലുണ്ട്. ഡോക്ടർ ഷൈജുവിന്റെ ചികിത്സാനുഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ നമ്പൂരി സാർ ഇവിടെ മറ്റേ ഒരു പരിപാടിക്ക് വന്നത് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെ ആയുർവേദശാല പുറത്തിറക്കിയിട്ടുണ്ട്, സബലമി വൈദ്യജീവിതം. അതിന്റെ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. അതൊക്കെ വളരെ വിലപ്പെട്ട പുസ്തകങ്ങളാണ്. അപ്പൊ അതിന്റെയൊക്കെ അടുത്ത് വെക്കാൻ പറ്റുന്ന വിധത്തിലാകട്ടെ ഈ പുസ്തകം എന്ന് ഞങ്ങൾ കരുതുകയാണ്. പിന്നെ ഇത് ഡോക്ടർ ഷൈജുവിന്റെ ആ ഗവേഷണ ബുദ്ധിയാണ് ഇതിൽ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഗവേഷണ കാര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇത് പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ടൈനോസ്പോറ കോഡിഫോളിയും ടൈനോസ്പോറ ക്രിസ്പയും. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ശാസ്ത്ര രീതികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആധുനിക ഔഷധങ്ങളെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആയുർവേദത്തിൽ എന്തൊക്കെ കാലാനുസൃതമായും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഹെവി മെറ്റൽ ടോക്സിറ്റി, മരുന്നുകളിൽ ഹെവി മെറ്റലിന്റെ അംശം വരുന്നത്, അതിനുള്ള പ്രതിവിധികൾ, എങ്ങനെ മരുന്നിൽ ഇത് വരാതിരിക്കാം, അത് കണ്ടെത്തുന്നത് എങ്ങനെ. നമ്മുടെ മരുന്നുകളൊക്കെ വിദേശത്ത് എത്തണമെങ്കിൽ ICP പോലുള്ള വില കൂടിയ മരുന്നുകളിലൂടെ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ പുറത്തേക്ക് എത്തിക്കുള്ളൂ. വിദേശ രാജ്യങ്ങളിൽ ഇത് പലതും അംഗീകരിക്കപ്പെട്ടില്ല. അമേരിക്ക പോലുള്ള നാടുകളിലെ ആരോഗ്യശാലയുടെയൊക്കെ മരുന്ന് എത്തുന്നുണ്ടെങ്കിൽ ICP മുഖാന്തരം പരിശോധിച്ചിട്ടാണ് അത് എത്തുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഗവേഷണങ്ങള്, ആമലകി രസായനത്തിന്റെ ഗവേഷണം, രസസിന്ദൂരത്തിന്റെ ഗവേഷണങ്ങള്, അങ്ങനെ പല കാര്യങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇത് AMA ഏറ്റെടുക്കുകയും വയനാട് ജില്ലാ കമ്മിറ്റിയാണത് മുൻകൈ എടുത്ത് ചെയ്തത്. എല്ലാവർക്കും ഉള്ള ഒരു നന്ദി ഞാനിതിൽ പറയുകയാണ്. ഷൈജുവിന്റെ കൂടെ ചേർന്ന് നിന്ന് അത് ഈ പുസ്തകം ഭംഗിയായി ഞങ്ങൾ അച്ചടിക്കാൻ കൊടുത്തിരിക്കുകയാണ്. അതിന് പ്രീ പബ്ലിക്കേഷൻ ആയിട്ട് കുറച്ചുകൂടി ഒന്നുകൂടി ഊർജ്ജസ്വലമാവണമെന്ന് ഞങ്ങളൊരു അഭ്യർത്ഥനയുണ്ട്. എല്ലാ ജില്ലാ കമ്മിറ്റിക്കാരും ഇത് ഒന്നുകൂടി ക്യാമ്പയിൻ ചെയ്ത് എല്ലാവരും പുതിയ വിദ്യാർത്ഥികൾക്ക് ആയുർവേദത്തിന്റെ വെളിച്ചം ഒന്നുകൂടി പകരുന്ന രീതിയിലായിരിക്കട്ടെ പ്രവർത്തനങ്ങൾ. എല്ലാ കോളേജുകളിലും ഇത് എത്തിക്കണം. പിന്നെ നല്ലൊരു
കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ലിവർ ബുക്ക് എന്ന് പറയാം. കൈപ്പുസ്തകമല്ല ഇത്. ഇത് ഒരു ഇതില് ഗവേഷണവും ചികിത്സയും എല്ലാം അടങ്ങിയ ഒരു പുസ്തകമാണ് ഇതെന്ന് ഞങ്ങൾ പറയുകയാണ്. ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും വേണം. അപ്പൊ അത് ഇതിനുള്ള നിർദ്ദേശങ്ങൾ എല്ലാം തരണം. ഇത് ഇനി ഇറക്കുന്ന ഒരു പതിപ്പിന് ഇതിന്റെ അപ്ഡേഷൻ കൂടി വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് എല്ലാ AMI പ്രവർത്തകർക്കും AMI സംഘാടകർക്കും വളരെ നന്ദിയുണ്ട്, എന്നെയും ഇതില് ഭാഗവാക്കാക്കിയതിൽ. ഡോക്ടർ ഷൈജു, ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഷൈജു, കേൾക്കാം. ചാറ്റ് ബോക്സിലെ ലിവർ ഹെമാൻജിയോമ 4 സെന്റിമീറ്റർ, വാട്ട് ഈസ് ദ പ്രോഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാം. സോറി, ഹെമാൻജിയോമ 4 സെന്റിമീറ്റർ. ആക്ച്വലി ഹെമാൻജിയോമ ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസ് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് എനിക്ക് തോന്നുന്നു ഞാനിതുവരെ ചികിത്സിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഇപ്പൊ പറയുന്നില്ല. ഇപ്പോൾ പുസ്തകമായിട്ട് പിന്നെ പറയാം. Okay. Up to which size of cholelithiasis we can treat? Cholelithiasis size എത്ര സൈസ് വരെ നമുക്ക്? നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വളരെ സാധ്യതയുള്ള ഒന്നാണത്. നമ്മുടെ പലപ്പോഴും ഇത്തരത്തിലുള്ള ബ്ലാഡർ സ്റ്റോൺ നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും രോഗി ഒരു വേദനയുമായിട്ട് വരുമ്പോൾ മാത്രമല്ല നമ്മൾ പലപ്പോഴും ഇത് കണ്ടെത്തപ്പെടുന്നത്, പലപ്പോഴും യാദൃച്ഛികമായി കണ്ടെത്തപ്പെടുന്നതാണെന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് പലപ്പോഴും ഇത് സർജറിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് അനാവശ്യമായ സർജറിയാണ്. അവിടെ നമുക്ക് ഈ ഗോൾ ബ്ലാഡർ സ്റ്റോണ് എപ്പോഴാണോ ഇത് ബൈൽ ഡക്റ്റിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഘട്ടം വരുന്നതും അവിടെ കോളിസിസ്റ്റൈറ്റിസ് ഉണ്ടാവുന്നതും അപ്പോൾ മാത്രമേ അതൊരു അസുഖമായിട്ട് മാറുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ, ഋതുപഥകാമലയുടെ ചികിത്സ അവിടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കുമാരി ആസവം പോലെയുള്ള അസുഖങ്ങൾ ഒരു 2-3 മാസത്തോളം തുടർച്ചയായിട്ട് കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ഗോൾ ബ്ലാഡർ സ്റ്റോണ് രൂപപ്പെട്ടു വരുന്നതിന് വളരെയേറെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള സർജറികളാണ് പലപ്പോഴും നടന്നു വരുന്നത്. ലെസ് ദാൻ 10 സെന്റിമീറ്റർ വരെ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ ഒരു 5 ഈസി ആയിട്ട്, സോറി 5 mm ആണ്, സെന്റിമീറ്റർ അല്ല, 10 mm നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അതിന് മേലേക്കും ആണെങ്കിലോ അല്ലെങ്കിൽ പലപ്പോഴും ഒബ്സ്ട്രക്റ്റീവ് ആണെങ്കിലോ നമ്മൾ വളരെയേറെ ഗൗരവത്തോടു കൂടി അതിനെ കാണേണ്ടതുണ്ട്. ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പൽ ഋതുപഥകാമലയുടെ തന്നെയാണ് അല്ലെ? അങ്ങനല്ലേ? അതെ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ? സാർ, നമ്മള് grade 2 ഫാറ്റി ലിവർ എന്ന് കാണുമ്പോഴത്തേക്കും ആ grade 2 എന്നുള്ളത് അൾട്രാസൗണ്ടിൽ കിട്ടുന്ന ഒരു റിപ്പോർട്ടാണല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കൂടെ നോക്കാം. അതല്ലാതെ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് ചെയ്യേണ്ടതുണ്ടോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്? ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കാനിങ്, CT സ്കാൻ അല്ലാതെ വേറെ എന്തെങ്കിലും കൺഫർമേഷൻ വേണ്ടിയിട്ട്. ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഒരു അസുഖമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നിർദ്ദേശിക്കേണ്ട ഒന്നാണ്. എന്ന് വെച്ചാൽ ഔഷധം കൊണ്ട് അവിടെ ആവശ്യം ആരംഭിച്ചിട്ടില്ല. എന്നാൽ ഫാറ്റി ലിവർ ഡിസീസ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ലക്ഷണങ്ങളോട് കൂടി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഔഷധങ്ങളോട് കൂടി ചികിത്സ ആരംഭിക്കണം. അവിടെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഗ്രേഡ് 2 എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഫാറ്റ് ഡെപ്പോസിഷൻ 33% to 66% എന്നുള്ളതാണ് അത് ഗ്രേഡ് 2 എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നമുക്കൊരു ഫൈബ്രോ സ്കാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും. എന്നാൽ അതിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് സസ്പെക്ട് ചെയ്യാവുന്ന ഒന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച FIB-4 ഇൻഡെക്സ്. അത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒരു ഇക്വേഷൻ ഗൂഗിളിൽ കിട്ടുന്ന, സമയക്കുറവ് ഞാൻ വിശദാംശത്തിലേക്ക് പോയിട്ടില്ല. FIB-4 ഇൻഡെക്സും APRI ഇൻഡെക്സ് എന്നെല്ലാം പറയുന്നത് അതൊരു ഇക്വേഷൻ ആണ്. അത് ആകെ വേണ്ടുന്നത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം FIB-4 ആണെങ്കിൽ രോഗിയുടെ ഏജ്, പിന്നെ SGOT, SGPT വാല്യൂ, പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട്, ഇത്രയും അറിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും FIB-4 ഇൻഡെക്സ് അറിയാം. ഈ FIB-4 ഇൻഡെക്സ് 1.4 ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഫൈബ്രോസിസ് നെഗ്ലിജിബിൾ ആണ്. 1.4 to 3.4 ആണെന്നുണ്ടെങ്കിൽ അവിടെ മോഡറേറ്റ്, മൈൽഡ് ടു മോഡറേറ്റ് ഫൈബ്രോസിസ് ഉണ്ട്. 3.4ന് മേലെ ആണെങ്കിൽ അത് സിറോസിസിലേക്ക് കടന്നു, അല്ലെങ്കിൽ സിറോസിസ് എസ്റ്റാബ്ലിഷ് ആയി എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെയാണ് APRI ഇൻഡെക്സും.
APR ഇൻഡെക്സ് 0.5 to 1.5 റേഞ്ചിലാണ്. 1.5 മേലേക്കാണെങ്കിൽ അത് സിറോസിസ് ആണ്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് ഇതിൽ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ബുക്കിൽ. ഒരു സംശയം കൂടെ, പാരൻകൈമൽ ലിവർ ഡിസീസിനെ കുറിച്ചൊരു സംശയമുണ്ട്. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഈ ലിവർ ഇഞ്ചുറി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് ലിവർ ഡിസീസിലും നമ്മൾ അപ്പോൾ അതിനെ വേർതിരിച്ചറിയണം. അതൊരു ഹെപ്പറ്റോസെല്ലുലാർ ഇഞ്ചുറി ആണോ അല്ലെങ്കിൽ അത് ബിലിയറി ഡിസീസ് ആണോ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയണം. പാരൻകൈമൽ ഡിസീസ് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു 6 months അപ്പുറത്തേക്ക് പിന്നെ അതിന്റെ എന്താ പറയാ ഒരു ലൈഫ് എക്സ്പെക്ടൻസി ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു മിക്കവാറും ഒരു ഹെപ്പറ്റോസെല്ലോ കാർസിനോമ പോലെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വന്നാൽ തന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒരു 6 മാസത്തിന്റെ 1 വർഷം ഇടയിലായിട്ടാണ് പലപ്പോഴും അതിന്റെ ലൈഫ് എക്സ്പെക്ടൻസി വരുന്നത്. അത്തരത്തിലുള്ള കേസുകളുണ്ട്. അത്തരത്തിലുള്ള കേസുകളിൽ പോലും നമുക്ക് അവിടെ സിംപ്റ്റമാറ്റിക് റിലീഫ് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള ഒരു കേസിന്റെ സ്റ്റഡി ഈ ബുക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നത് മറ്റ് സംശയങ്ങൾ പുസ്തകം വായിക്കുന്നതിലൂടെ തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കഴിയുന്നത്ര ആൾക്കാർ പുസ്തകം വാങ്ങിക്കുകയും അത് നേരത്തെ തന്നെ പ്രീ പബ്ലിക്കേഷനിൽ അത് ചെയ്തുകൊണ്ട് ഈ സംരംഭത്തെ മൊത്തത്തിൽ, ഇത് നമ്മുടെ ആയുർവേദത്തിന്റെ എതിരെ വന്നുകൊണ്ടിരിക്കുന്ന പലതരം ദുരാരോപണങ്ങൾക്ക് ഒരു മറുപടിയാണ്. അപ്പൊ അത് ആ നിലയ്ക്ക് നമ്മളത് ഏറ്റെടുക്കണമെന്നാണ് അവസാനമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വൈകിയ വേളയിൽ ഇനി നമ്മൾ കൂടുതൽ ചർച്ചയിലേക്ക് പോകുന്നതിന് പകരം ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോ ബുക്കിന്റെ റേറ്റ് എത്രയാണെന്നാണ് ചോദ്യം. അതെനിക്ക് തോന്നുന്നത് ഗ്രൂപ്പുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പരസ്യങ്ങളൊക്കെ ആയിട്ട്. അത് ഞാൻ വേണമെന്ന് സൂചിപ്പിക്കാം സാർ. ബുക്കിന്റെ 450 rupees ആണ്. ഏതാണ്ട് 300 പരം പേജുകളുണ്ട്. 450 രൂപയാണ്. പക്ഷെ ഇന്നിപ്പം AMA ഇത് എല്ലാ അംഗങ്ങൾക്കും പ്രീ പബ്ലിക്കേഷൻ ഓഫറായിട്ട് 325 rupees-നാണ് 30-ാം തീയതി വരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനി 10 മണി ആവാറായി. നമുക്കിനി കൂടുതൽ ചർച്ചകൾ പിന്നീട് ഒരു അവസരത്തിലാകാം. എന്ത് തന്നെയായാലും തുടർ ചർച്ചകൾക്ക് വഴി ഒരുക്കിക്കൊണ്ട് ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഔദ്യോഗികമായിട്ട് ഇതിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ എബിയെ ക്ഷണിക്കുന്നു. വിഷ്ണു, ഡോക്ടർ ഒന്നും പറയണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും നമുക്ക് നന്ദി അവസാനിപ്പിക്കല്ലേ? താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. AMA-യുടെ 47ാമത് സംസ്ഥാന സമ്മേളനം വയനാട്ടിൽ വെച്ച് നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഈ സമ്മേളനത്തിന്റെ തീമായിട്ട് എടുത്തിരിക്കുന്നത് ആയുർവേദ ഫോർ ലിവർ കെയർ എന്നുള്ളതാണ്. വളരെ ആനുകാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഒരു പുസ്തകം ഇറക്കുന്നതിനെ പറ്റിയുള്ള വിശദമായ ചർച്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിനും ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ ഇതിന്റെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ സംസ്ഥാന ഭാരവാഹികളുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ നല്ല സപ്പോർട്ടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ഈ പുസ്തകം വാങ്ങുകയും വായിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുടെ വയനാട് ജില്ലാ AMA-ക്ക് വേണ്ടി വെക്കുകയാണ്. ഞാൻ ഈ വൈകിയ വേളയിൽ ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ പരിപാടി അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് വിഷ്ണുപുരി ഡോക്ടറാണ്. ഡോക്ടറോടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ഗോകുമാർ സാറാണ്. സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയത് ബഹുമാനപ്പെട്ട വാസുദേവൻ നമ്പൂരി സാറാണ്. സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്കിവിടെ സ്വാഗതം ആശംസിച്ചത് ബഹുമാനപ്പെട്ട ഹരിദാസൻ ഡോക്ടറാണ്, നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഡോക്ടറോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി നിയന്ത്രിച്ചത് ബഹുമാനപ്പെട്ട ME വിനോദ് സാറാണ്. സാറോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്കിവിടെ ക്ലാസ് എടുത്ത ഈ ഗ്രന്ഥകാരൻ കൂടിയായ ഡോക്ടർ ഷൈജുനോടുള്ള നന്ദി ഔപചാരികതയിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത വിവിധ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ഹൗസ് സർജൻസ്, അതുപോലെ തന്നെ PGSA ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ തുടങ്ങിയ എല്ലാവർക്കും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേവകൃഷ്ണൻ ഡോക്ടറിനുള്ള നന്ദി. ദേവകൃഷ്ണനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഓക്കെ, യോഗം അവസാനിച്ചതായി പറഞ്ഞു. ജയ് ജയ് AMA. താങ്ക് യു. താങ്ക് യു.